Debate with Dr. Arun Kumar. ഹലോ, ഗുഡ് ഈവനിങ്. ആരോഗ്യം നഷ്ടപ്പെട്ട കെട്ടിടത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആരോഗ്യ ചികിത്സ നടത്തിയത് 12 വർഷമാണ്. 2013 തന്നെ ബലക്ഷയം തിരിച്ചറിഞ്ഞ കെട്ടിടത്തിന് പകരം മറ്റൊരു കെട്ടിടം നിർമ്മിക്കാൻ 2 വർഷം ബാക്കിയുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിനോ 5 വർഷം ഭരിച്ച ഒന്നാം പിണറായി സർക്കാരിനോ കഴിഞ്ഞില്ല. 2021 മാത്രം നിർമ്മാണം തുടങ്ങി 2024 ഡിസംബറിൽ എല്ലാ പണിയും പൂർത്തിയാക്കിയ പുതിയ ബ്ലോക്കിൽ രോഗികളെ മാറ്റിയത് ദുരന്താനന്തരം 10 മണിക്കൂറിനുള്ളിൽ. 12 വർഷം ഈ കെട്ടിടത്തിൽ ചികിത്സ തേടിപ്പോയ രോഗികളെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ കാലത്ത് ഈ ഭാർഗവി നിലയം അടർന്ന് തകർന്നു വീണില്ലല്ലോ. രക്ഷാപ്രവർത്തനത്തിൻ്റെ തെറ്റായ മാതൃകയാണോ നമ്മൾ കോട്ടയത്ത് കണ്ടത്? നിസ്സാരവൽക്കരിച്ച് സർക്കാരിനെ രക്ഷപ്പെടുത്താനായിരുന്നു ആരോഗ്യമന്ത്രിയുടെ വ്യഗ്രത. ഉപയോഗശൂന്യമായിരുന്ന ടോയ്ലറ്റ് ബ്ലോക്ക് എന്ന് കള്ളം പറഞ്ഞത് എന്തിനാണ്? ആരോഗ്യമന്ത്രിക്ക് പിഴച്ചോ? പ്രതിപക്ഷം ആവശ്യപ്പെടും പോലെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ രാജിയോ ഈ പ്രശ്നത്തിന്റെ പരിഹാരം? അതിഥികളായി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, CPM പ്രതിനിധി, മുസ്ലിം ലീഗ് UDF പ്രതിനിധി അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഡോക്ടർ NM അരുൺ, ആരോഗ്യ വിദഗ്ധൻ, G ഗിരീഷ്, ബിന്ദുവിൻ്റെ ബന്ധുവും ബിന്ദുവിനെ കാണാനില്ല എന്നുള്ള വിവരം റിപ്പോർട്ടർ TVയിലും അതേപോലെ അധികൃതരെയും ആദ്യം അറിയിച്ചത് ഈ G ഗിരീഷാണ്. അദ്ദേഹം നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഗിരീഷ്, നമസ്കാരം. വളരെ വേദനയുള്ളൊരു നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് ബിന്ദുവിൻ്റെ സംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. അല്പസമയം മുമ്പ് അവിടെ എത്തിയ മന്ത്രി VN വാസവനും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും കുടുംബത്തിൻ്റെ ആവശ്യം പരിഗണിച്ച് ഒരു 50,000 രൂപ നൽകി. മോളുടെ എല്ലാ ചികിത്സാ ചെലവും ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. ധനസഹായം പൂർണ്ണമായും നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മകന് താൽക്കാലികമായ ജോലി ആദ്യവും പിന്നീട് സ്ഥിരം ജോലിയും നൽകുന്ന കാര്യവും പരിഗണിക്കും എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ബിന്ദുവിൻ്റെ നഷ്ടത്തെ നമുക്കിതൊന്നും കൊണ്ട് മറികടക്കാൻ കഴിയുന്നതല്ല. എങ്കിലും കുടുംബത്തിനും ബന്ധുക്കൾക്കും ആശ്വാസമായോ സർക്കാർ നീക്കം? തീർച്ചയായിട്ടും വലിയൊരു ആശ്വാസമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കുട്ടിയുടെ ആരോഗ്യനില വളരെ ക്രിട്ടിക്കലായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പം തന്നെ പെട്ടെന്ന് അതിൻ്റെ ഓപ്പറേഷനും മറ്റു കാര്യങ്ങളും അവർ ചെയ്തു തരാമെന്നുള്ളത് ഇന്നിപ്പം മന്ത്രി വാസവൻ സാറ് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. അവർ വന്നത് കൺഫേം ചെയ്തിട്ട് പോയി. നമുക്ക് എന്നാണോ സൗകര്യം അന്ന് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സർജറി ചെയ്ത് കുട്ടിയുടെ ആരോഗ്യനില ശരിയാക്കി തരാമെന്നുള്ള ഉറപ്പ് അവർ തന്നു. അതോടൊപ്പം വീട്ടിലെ കുട്ടിക്കൊരു ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നു. താൽക്കാലികമായൊരു ജോലിയാണ്, അത് സ്ഥിരമാക്കുന്നതിനെ പറ്റി ആലോചിക്കും, അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാമ്പത്തികപരമായിട്ടുള്ള അവരുടെ കടവും മറ്റു പ്രശ്നങ്ങളും തീർക്കുന്നതിലും ക്യാബിനറ്റ് കൂടിയിട്ടൊരു തീരുമാനം അറിയിക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതൊരു വലിയ ആശ്വാസം തന്നെയാണ്. നമുക്ക് മരിച്ചുപോയവർ തിരിച്ചു കിട്ടില്ലെങ്കിലും അവരുടെ കുടുംബത്തിൻ്റെ ഒരു അത്താണിയായിരുന്നു എൻ്റെ ചിറ്റ ബിന്ദു എന്ന് പറയുന്നത്. ബിന്ദു ഇപ്പോൾ ഇല്ലാത്ത സ്ഥിതിക്ക് ഇതൊരു വലിയ ആശ്വാസം തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഈ രീതിയിലെല്ലാം നടന്നു കിട്ടിയാൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഇന്ന് പ്രതിപക്ഷവും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ രക്ഷാപ്രവർത്തനത്തിലൊരു വീഴ്ച സംഭവിച്ചുവെന്ന് നേരത്തെ ഗിരീഷ് തന്നെ ആ സമയത്ത് ഇത് ചൂണ്ടിക്കാട്ടിയതാണ്. ബിന്ദു എവിടെയാണ് എന്ന് തിരയാൻ അവർ ശ്രമിക്കുന്നില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് നമ്മളുടെയൊക്കെ ക്യാമറയുടെ മുന്നിൽ ഗിരീഷ് പറയുന്നത് നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇൻസ്റ്റൻ്റ് ഡെത്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ ബീം തലയ്ക്ക് വീഴുകയും തലയോട് പൊട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്, വരിയില്ല കുടിയുകയും ചെയ്തിട്ടുണ്ട്. ഈ രക്ഷാപ്രവർത്തനം ഏകദേശം 1.5 മണിക്കൂർ JCB വരാൻ വൈകി എന്നുള്ളതാണ് നമ്മളും മനസ്സിലാക്കുന്നത്. അതിലൊരു വീഴ്ച സംഭവിച്ചുവെന്ന് ഇപ്പോഴും കരുതുന്നുണ്ടോ ഗിരീഷ്? അതൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അത് തീർച്ചയായിട്ടും. കാരണം അവിടെ രക്ഷാപ്രവർത്തകരായിട്ട് വന്ന എല്ലാ ചാനലിലും അന്നത്തെ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്ന ചുവന്ന ഷർട്ടിട്ട ഒരു വ്യക്തി, ആ പുള്ളിയുടെ ഓവർ കോൺഫിഡൻസ് ആണ് ഈ പ്രശ്നങ്ങളുടെ ഇത്രയും വലുതാക്കിയത്. കാരണം ആ രക്ഷാപ്രവർത്തകൻ എല്ലാ മാധ്യമങ്ങളോടും പറയുന്നു 2 പേര് മാത്രമേ ഉള്ളൂ, ഞാൻ അവരെ കണ്ടു, ഞാൻ അവരെ കൊണ്ടുപോയി, ഇനി ആരുമില്ല എന്നുള്ള അയാളുടെ ഒരാളുടെ കോൺഫിഡൻസിൻ്റെ പുറത്താണ് മറ്റുള്ള എല്ലാവരും ആ വാചകം തന്നെ പിന്തുടർന്നത്. അതിനുശേഷം ആണ് ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ പരാതിപ്പെടുകയും ആൾ കാണാനില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചത്. അത് തീർച്ചയായിട്ടും സത്യം തന്നെയാണ്. അത് ഒരു കാലതാമസം ഉണ്ടായിട്ടുണ്ട് അന്വേഷണത്തിൽ.
ഞാൻ ഗിരീഷ് അങ്ങയിലേക്ക് മടങ്ങി വരാം. എൻ്റെ മരുൺ നമുക്കൊപ്പം ഉണ്ട്, ആരോഗ്യ വിദഗ്ധൻ. എൻ്റെ മരുൺ, കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഒരുപാട് തിളക്കമുള്ള ഒരു ചരിത്രമാണ്. പ്രത്യേകിച്ച് ഓപ്പൺ ഹാർട്ട് സർജറി ആണെങ്കിലും ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവാണെങ്കിലും അങ്ങനെ ഒരുപാട് റെക്കോർഡിട്ട ഡോക്ടറാണ് ടി.കെ. ജയകുമാർ. അദ്ദേഹത്തിൻ്റെ ആ മികവിലൊന്നും ആർക്കും സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അത്ര ഒരു ക്രൈസിസ് സിറ്റുവേഷൻ അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് വരുന്നു. ആ സാഹചര്യത്തിൽ ഒരു ഡിസാസ്റ്റർ ക്രൈസിസ് മാനേജ്മെൻറ്റിലേക്ക് അദ്ദേഹം വലിച്ചിഴക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം തന്നെ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിൽക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് വീഴ്ച വന്നു എന്നുള്ളതായിരുന്നു പ്രതിപക്ഷം ഉയർത്തിയത്. എന്നാൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് അവർ ആ സമയത്ത് തന്നെ മരണപ്പെട്ടിരുന്നു എന്നാണ്. അതെന്തുമാവട്ടെ, പക്ഷേ അവിടെ 1.5 മണിക്കൂർ ഒരു ഡിലേ സംഭവിച്ചിട്ടുണ്ട്. അതിന് വിശദീകരണം പറയുന്നത് CPM ആണ്. പക്ഷേ 12 വർഷമായ ആ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ല. അതിൽ ഒരു തരത്തിലുള്ള NOCയും ഇല്ല. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ NOC ഇല്ല, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ NOC ഇല്ല. അവിടെയാണ് പ്രധാനപ്പെട്ട സർജറികളെല്ലാം നടന്നിരുന്നത്. 360 ബെഡുകൾ അവിടെ ഉണ്ടായിരുന്നു. ICUവിൽ തന്നെ 42 ബെഡുകൾ ഉണ്ടായിരുന്നു. ഇത് പുരികത്ത് കൊണ്ടുപോയി എന്നാണ് കരുതുന്നത്. ആ വാർഡുകളോ ഓപ്പറേഷൻ തിയേറ്ററോ വീണിരുന്നെങ്കിൽ കഥ മറ്റൊന്നാകുമായിരുന്നു അരുൺ. അതായത് ഇങ്ങനൊരു മെഡിക്കൽ കോളേജിൽ 12 വർഷം അൺഫിറ്റായൊരു കെട്ടിടത്തിൽ ചികിത്സ നടത്തിയതല്ലേ ഈ കേസിലെ ഏറ്റവും വലിയ ക്രൈം? ഡോക്ടർ അരുൺ, തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ അനാസ്ഥ. എനിക്ക് തോന്നുന്നത് വലിയൊരു ഈ ബ്യൂറോക്രാറ്റിക് ഡിലേ ആണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല രീതിയിലും 2-3 റിപ്പോർട്ടുകൾ പ്രകാരം ഇത് യൂസ് ചെയ്യാൻ പറ്റാത്തതാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഡോക്ടർമാരെന്താ ചെയ്യുന്നത്? ഡോക്ടർമാരിപ്പോൾ സൂപ്രണ്ടായാലും എന്താ വെച്ചാൽ അവർക്ക് ഒരു ദിവസം പോലും ഓപ്പറേഷൻ മുടക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്റർ മാറ്റാൻ പറ്റില്ല എന്നതാണ്. ഓപ്പറേഷൻ തിയേറ്റർ മാറ്റാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഒരു പുതിയ കെട്ടിടത്തിൽ പുതിയ ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങേണ്ടതായിരുന്നു. ഇപ്പോഴും ഓപ്പറേഷൻ തിയേറ്റർ സെറ്റ് ആയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ കെട്ടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഓപ്പറേഷൻ തിയേറ്റർ തന്നെയാണ്. അത് ഏറ്റവും മുകളിൽ കെട്ടുന്നതുകൊണ്ട് അതായിരിക്കും ഏറ്റവും ലാസ്റ്റ് കെട്ടിയത്. അതുകൊണ്ടാണ് ഇത് ഇത്ര ഡിലേ വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനുള്ള ഒരു പ്രാധാന്യം എനിക്ക് തോന്നുന്നത് ഡോക്ടർമാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടാകും, സൂപ്രണ്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് ഒരു അധികാരികളിൽ നിന്ന്, അത് ബ്യൂറോക്രസിയാണോ അതോ രാഷ്ട്രീയ നേതൃത്വമാണോ, അത്ര ഒരു പ്രാധാന്യം കൊടുത്തില്ല എന്ന് വേണം ഇത് മനസ്സിലാക്കാൻ. 2013 ആദ്യത്തെ റിപ്പോർട്ട് വരുന്നു, പിന്നെ 16-ലോ 17-ലോ ഒക്കെ തന്നെ പിന്നെയും 2 റിപ്പോർട്ട് വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം അവർ അതേ കെട്ടിടം വെച്ച് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി, ഓക്കെ ശരി കുഴപ്പമില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു 10 കൊല്ലം മുമ്പ് തന്നെ അല്ലെങ്കിൽ ഒരു 9 കൊല്ലം മുമ്പ് തന്നെ ഇത് മാനേജ് ചെയ്യാൻ പറ്റില്ല, പൊളിച്ചു കളയണമെന്നുള്ള ഒരു റിപ്പോർട്ട് തന്നെ ഗവൺമെൻറ് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർജറി ബ്ലോക്ക് ഇങ്ങനെ കിടക്കുന്നു എന്ന് പറയുമ്പോൾ അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഭരണത്തിൻ്റെ കാര്യമായ അനാസ്ഥ തന്നെയാണ്. ഇനി ഇത് സംഭവിച്ചു, ഇനി എനിക്ക് തോന്നുന്നത് കേരളത്തിലെ പല പ്രധാന ആശുപത്രികൾ ഇതുപോലെ കെട്ടിടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഓഡിറ്റിംഗ് ആണ്, സേഫ്റ്റി ഓഡിറ്റിംഗ് നടത്തേണ്ടതാണ്. എനിക്ക് തോന്നുന്നു കണ്ണൂർ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടു. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പഴയ ബിൽഡിങ്ങിനൊക്കെ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. സേഫ്റ്റി ഓഡിറ്റ് നടത്തേണ്ടതാണ് എല്ലാ ഭാഗത്തും. അപ്പോൾ നമ്മളിതെല്ലാം ശരിയാണ്, പ്രതിച്ഛായ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓക്കെ എന്ന് പറയുന്നതിന് പകരം വിമർശനങ്ങളെ സഹിഷ്ണുതമായിട്ട് കണ്ടിട്ട് അതിലെന്തൊക്കെ പിശക് പറ്റി, ആർക്കൊക്കെ പിശക് പറ്റി എന്ന് പറഞ്ഞ് ആ പിശക് പറ്റിയവരെ സത്യം പറഞ്ഞാൽ അവർക്ക് ആവശ്യമായ പനിഷ്മെൻറ്റ്, ശിക്ഷ കൊടുക്കുകയും വേണം. ഇനിയൊരു പിശക് പറ്റില്ല എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ കേരളത്തിലെ എല്ലാ ആശുപത്രികളിലെയും ഇതുപോലെയുള്ള കെട്ടിടങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് ഒരു അനിവാര്യതയാണ്. അതല്ലാതെ ഒരു ഇൻഡിവിജ്വൽ ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സൂപ്പറിൻ്റെയോ പ്രശ്നമായിട്ട് ഇതിനെ കാണാൻ സാധിക്കില്ല. പിന്നെ അന്ന് ഉണ്ടായത് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എഗെയിൻ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഫസ്റ്റ് ചെയ്യുന്ന ഒരു കുഴപ്പമില്ല എന്നുള്ള ഫസ്റ്റ് റിയാക്ഷൻ അതാണ്, ഒരു കുഴപ്പമില്ല എന്നുള്ള റിയാക്ഷൻ. പക്ഷേ അതിന് പകരം ഒരു കുഴപ്പമില്ല എന്നുള്ള കൃത്യമായിട്ടൊന്ന് പഠിച്ചതിന് ശേഷം കുഴപ്പമുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് മാത്രം മാധ്യമങ്ങളുടെ മുന്നിൽ എന്നിട്ട് പലപ്പോഴും അതെ ഞാൻ മുമ്പ് നമ്മൾ കോവിഡ് കാലത്ത് തന്നെ മരണങ്ങൾ കുറച്ച് കേരളത്തിൽ മുഴുവൻ പറയുന്നില്ല എന്ന് പറയുമ്പോൾ ഇല്ല ഒരു കുഴപ്പമില്ല എല്ലാം കൃത്യമാണെന്ന് പറഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് മരണങ്ങൾ കൂട്ടി കാണിക്കേണ്ടി വന്നു. അപ്പോൾ അവസാനം അങ്ങനെയാണ് വരുന്നത്. ഇതെല്ലാം തന്നെ ഫൈനലി പ്രതിച്ഛായയ്ക്ക് മോശം തന്നെയാണ് ആവുന്നത്. അപ്പോൾ പ്രതിച്ഛായ നന്നാവണമെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ
ഉണ്ടാവുമ്പോൾ, ഇപ്പോൾ നേരത്തെ മറ്റേ ഡോക്ടർ ഹരീഷിൻ്റെ കാര്യമാണെങ്കിലും ശരി, ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സഹിഷ്ണുതയോടുകൂടി വിമർശനങ്ങളെ മനസ്സിലാക്കി ആ വിമർശനങ്ങൾ ശരിയാണെങ്കിൽ അതിന് വേണ്ട നടപടികൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് അങ്ങനെ ചെയ്താൽ മാത്രമേ ഒരു സർക്കാരിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുകയുള്ളൂ. അല്ലാതെ നമ്പർ 1 ആണ് നമ്പർ 1 എന്ന് എല്ലാ സമയത്തും പറയേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ അത് രോഗികൾക്കും നാട്ടുകാർക്കും ഉള്ള അനുഭവം വെച്ച് അവർക്ക് അറിയും. അത് ഇതേ രീതി യെസ്, അതാണ് ഡോക്ടർ എൻ മരുൺ. ഞാൻ വരാം. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ കൂടി നമുക്കൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, സർക്കാരിൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി തിടുക്കപ്പെട്ട് ഈ സംഭവത്തെ ലഘൂകരിച്ച് നിസാരവൽക്കരിച്ച് ന്യായീകരിക്കാൻ നടത്തിയ ശ്രമമാണോ യഥാർത്ഥത്തിൽ തിരിച്ചടിയായത്? അത് ചോദ്യം നമ്പർ 1. ചോദ്യം നമ്പർ 2, ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറി പറയുന്നത് പ്രതിപക്ഷം ഈ അപകടത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്നാണ്. അങ്ങനെയാണോ? 12 വർഷം, ഒന്നാം പിണറായി സർക്കാരിൻ്റെ 5 വർഷം, രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4 വർഷം, ആ പുതിയ കെട്ടിടത്തിലേക്ക് 12 വർഷമായി ഫിറ്റ്നസ് നഷ്ടപ്പെട്ട കെട്ടിടത്തിലെ രോഗികളെയോ സർജറി ഡിപ്പാർട്ട്മെൻറ്റിനെയോ പൂർണ്ണമായി മാറ്റിയിരുന്നില്ല. ഇന്നലെ തിടുക്കപ്പെട്ട് വൈകുന്നേരത്തോടുകൂടി ഇതെല്ലാം മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് 2024 ഡിസംബറിൽ തന്നെ ഈ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു കളയാനുള്ള ഉത്തരവ് കിട്ടിയതാണ്. പുതിയ കെട്ടിടത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറായിരുന്നു. അവിടെ ഓപ്പറേഷൻ തിയേറ്റർ സജ്ജീകരിക്കുന്നതിലാണ് താമസം നേരിട്ടത്. എൻ്റെ ഈ 2 ചോദ്യങ്ങൾ, ഇതൊരു വലിയ വീഴ്ചയല്ലേ? സർക്കാരിൻ്റെയും ആരോഗ്യമന്ത്രിയുടെയും ആരോഗ്യ വകുപ്പിൻ്റെയും വീഴ്ചയാണ്. ഞാൻ സൂപ്രണ്ടിനെ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം അദ്ദേഹം ഒരു മികച്ച ഹൃദ്രോഗ വിദഗ്ധനാണ്. അദ്ദേഹം ക്രൈസിസ് മാനേജ് ചെയ്യേണ്ട ഒരാളെയല്ല, അത് ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ്. ഇപ്പോൾ അന്വേഷണം നടത്തുന്നതോ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ചെയർമാനായ കളക്ടർ തന്നെയാണ് അന്വേഷണം നടത്തുന്നത്. വീഴ്ച കണ്ടെത്താൻ പറ്റുമോ? അപ്പോൾ എനിക്കറിയേണ്ട ഈ 2 ചോദ്യങ്ങൾ, ഒന്ന്, ഇതിനായിട്ട് വീഴ്ച വന്നത് ഈ ലഘൂകരിച്ച് ന്യായീകരിക്കാൻ നടത്തിയ വ്യഗ്രതയാണോ? 2, പ്രതിപക്ഷം ഇതിൽ രാഷ്ട്രീയം കളിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നതിലുള്ള കുറ്റകരമായ അനാസ്ഥ 12 വർഷം അൺഫിറ്റായി കെട്ടിടത്തിൽ രോഗികളെ ചികിത്സിച്ചു എന്നതല്ലേ അരുൺ? ഇതിൽ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിച്ചുകൊണ്ട് ഈ ഗൗരവമായിട്ടുള്ള ഈ വിഷയത്തിന്റെ പ്രാധാന്യം കുറയ്ക്കാൻ ഒരു ശ്രമവും നടത്തിയിട്ടില്ല. വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. മകളുടെ ചികിത്സയുടെ ഭാഗമായി മകളെ പരിചരിക്കാൻ പോയി നിൽക്കുന്നു. ബാത്റൂമിൽ പോകാനായിട്ട് പ്രവർത്തനരഹിതമായി താഴെയെല്ലാം പൂട്ടിട്ട് അടച്ചു പൂട്ടിയിരിക്കുന്ന കെട്ടിടത്തിന്റെ ബാത്റൂം സൗകര്യം പ്രയോജനപ്പെടുത്താൻ പോകുന്നു. പെട്ടെന്ന് കെട്ടിടം തകർന്നു വീഴുകയും അതിൽ സ്ലാബ് തലയിൽ ഇടിച്ച് തൽക്ഷണം മരിച്ചു എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. ഇത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല. കാരണം ഇത് നിർഭാഗ്യകരമായിട്ടുള്ള ഒരു ആക്സിഡന്റ് സംഭവം തന്നെയാണ്. ഇതിന്റെ പ്രാധാന്യം ഒരു ഘട്ടത്തിൽ പോലും കുറച്ചു കണ്ടിട്ടില്ല. ആരോഗ്യമന്ത്രി ആയാലും മിനിസ്റ്റർ വാസവനായാലും പെട്ടെന്ന് തന്നെ അവിടെ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ സഡൻലി അവിടെ നിലവിലില്ല, അങ്ങോട്ട് ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ തന്നെ പത്രക്കാർ ചോദിക്കുന്നു, മറ്റുള്ളവർ ചോദിക്കുമ്പോൾ കിട്ടിയ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു. ആ പറയുന്ന വിവരങ്ങളിലൊന്നും ഒരു തരത്തിലും താഴെ ഈ പരിക്ക് പറ്റി ആരും കിടക്കുന്നില്ല എന്ന രൂപത്തിൽ ക്ലാരിറ്റിയോടൊന്നും അവർ പറയുന്നില്ല. അവർ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണ്. ഇപ്പൊ JCB കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് പരിശോധന നടത്തി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം എന്നാണ് വാസവൻ മിനിസ്റ്റർ പറഞ്ഞത്. അതുപോലെ മറ്റാരും അവിടെ ഉള്ളതായി നിലവിൽ അറിയില്ല. മറ്റു മിഷനുകൾ കൂടി എത്തി പരിശോധന നടത്തി നോക്കട്ടെ എന്നതാണ് ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം അവിടെ അടക്കം ഉള്ള അവിടെ ഗുരുതരമായ ഒരു വീഴ്ച സംഭവിച്ചു. മന്ത്രി വാസവനാവട്ടെ മിനിസ്റ്റർ ആവട്ടെ പറഞ്ഞത് ഉപയോഗശൂന്യമായി പൂട്ടിക്കിടന്ന ടോയ്ലറ്റ് ബ്ലോക്ക് ആണെന്നാണ് പറഞ്ഞത്. അത് കള്ളമായിരുന്നു. 10ാമത്തെ വാർഡിലെ 2 ടോയ്ലറ്റ് ബ്ലോക്കുകൾ ശസ്ത്രക്രിയ നടത്തിയവർക്കും കൂട്ടിരിപ്പുകാർക്കുമായി തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്ന കൂട്ടിരിപ്പുകാർ നമ്മളോട് തുറന്നു പറഞ്ഞിരുന്നതുമാണ്. അത് എന്തിനാണ് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി ജാഗ്രത ഉണ്ടാകുമായിരുന്നു രക്ഷാപ്രവർത്തനത്തിന്. ഇല്ല അതിലൊരു പ്രശ്നം, ഈ ബ്ലോക്കിന്റെ എല്ലാം താഴെയുള്ള റൂമുകളുടെ ലോക്ക് ശരിക്കും കൃത്യമായി ലോക്ക് ചെയ്താണ്. താഴെ, അതായത് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നോ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നോ അതിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഇതിന്റെ ബാത്റൂം എല്ലാം സെപ്പറേറ്റ് ആയിട്ട് മുകളിൽ എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ രാവിലെ ഉള്ള സമയമാണല്ലോ, അപ്പോൾ ആ തരത്തിൽ ആളുകൾ റഷ് വരുമ്പോൾ ഇത്തരത്തിലുള്ള ബാത്റൂം ഉപയോഗിക്കപ്പെട്ടു ഏതെങ്കിലും തരത്തിൽ താഴെ ഇത് ഉപയോഗിക്കുന്നതായിട്ടോ ഈ ബിൽഡിംഗ് ഉപയോഗിക്കുന്നതായിട്ടോ നമുക്ക് ബോധ്യപ്പെടില്ല. അപ്പം അത്തരത്തിൽ ബാത്റൂം ഉപയോഗിക്കുന്നവരുണ്ടോ എന്ന കാര്യത്തിലൊക്കെ 2 മിനിസ്റ്റേഴ്സ് അവിടെ ചെല്ലുന്നു. പെട്ടെന്ന് ജയകുമാർ അവിടുത്തെ സൂപ്രണ്ടന്റ് കൊടുക്കുന്ന വിവരം അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ മാധ്യമങ്ങളോട്, കൃത്യമായി മന്ത്രിമാർക്കുള്ള വിവരം കൊടുത്ത് ഞാനാണ് ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനാണ് അതിന്റെ ഉത്തരവാദിത്വം. ഏതെങ്കിലും തരത്തിൽ ഉത്തരവാദിത്വം ആരുടെ മേൽ അല്ല, ഇവിടെയാണ് എനിക്കൊരു വിയോജിപ്പുള്ളത്. അതായത് ആരോഗ്യ വകുപ്പ് മന്ത്രിയും ആ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയും അവിടെ എത്തുമ്പോൾ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കേണ്ട ചുമതല ആ മന്ത്രിമാർക്ക് കൂടിയല്ലേ? ആ മന്ത്രിമാർ തന്നെ രക്ഷാപ്രവർത്തനത്തെ ലഘൂകരിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നതാണ് അനാസ്ഥ എന്ന് പറയുന്നത്.
അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ മാധ്യമങ്ങളെല്ലാം ഗവൺമെന്റിന്റെ വലിയ വീഴ്ച നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ ഗവൺമെന്റിന്റെ വീഴ്ച, അങ്ങനെ നമുക്കൊരു വീഴ്ചയായിട്ട് ഇതൊരു ആക്സിഡന്റ് ആണ്. ഇപ്പോൾ അഹമ്മദാബാദിൽ ട്രെയിൻ ആക്സിഡന്റ് ഉണ്ടായി, 275ഓളം പേർ മരണപ്പെട്ടു. ഒരു ആക്സിഡന്റ് ഉണ്ടായി, അത് വീഴ്ച എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഇവിടെ മെഡിക്കൽ കോളേജ് 12 വർഷമായി ഫിറ്റ്നസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നു സാർ. ഞാൻ അതിലേക്ക് വരാമെന്ന് പറഞ്ഞല്ലോ മിസ്റ്റർ അരുൺ. ഞാൻ പറയുന്ന വാക്കുകൾക്ക് എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ആദ്യത്തെ ചോദ്യത്തിന്റെ ഭാഗമായി നിങ്ങൾ രാവിലെ മുതൽ ആവർത്തിക്കുന്നത് ഈ അപകടം ഗവൺമെന്റിന്റെ വീഴ്ച. പുതിയൊരു ബ്ലോക്ക് പണിയുന്നു, 194 കോടി രൂപ മുടക്കുന്നു, അതിൽ 8 നിലയുണ്ട്, 14 ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, അതുപോലെ 220ഓളം കിടക്ക, 526ഓളം മറ്റ് സൗകര്യങ്ങൾ, സർജിക്കൽ മറ്റ് സൗകര്യങ്ങൾ. ഇത്രയും വലിയ ബ്ലോക്ക്, അതിൽ മോക്ക് ഡ്രില്ല് നടത്തി കൃത്യമായിട്ടുള്ള ഫയർ പരിശോധന നടത്തി 1, 2, 3 ഘട്ടം പരിശോധന പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ അതിന്റെ ഉദ്ഘാടനം നടത്താവൂ എന്ന് കോഴിക്കോട് ഒരു തീപിടുത്തമുണ്ടായ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. അതിന്റെ ഭാഗമായി അത്തരത്തിലുള്ള പരിശോധന നടന്ന് കൃത്യമായിട്ട് ഓപ്പറേഷൻ തിയേറ്ററൊക്കെ സജ്ജമാക്കി അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള അവസാന ശ്രമമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ശ്രമം നല്ല രൂപത്തിൽ നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു നിർഭാഗ്യകരമായിട്ടുള്ള സംഭവം ഉണ്ടായത്. ഇത് ഉണ്ടായി, നമുക്കെല്ലാം അതിൽ വിഷമമുണ്ട്. ഇനി ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഒന്നും കോമ്പൻസേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. അത്ര വലിയ വേദനയാണ് ആ കുടുംബത്തിനുണ്ടായത്. അതെല്ലാം നമ്മൾ ഇന്നലെ മുതൽ തന്നെ ചർച്ച ചെയ്തതാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തെ ഒരു ഭാഗത്ത് പൊളിറ്റിക്കലായിട്ട് വലിയത് ഉപയോഗിക്കുന്നു. സംസ്ഥാനത്താകമാനം ആരോഗ്യ മേഖല വെന്റിലേറ്റർ ആണ് എന്ന രൂപത്തിലുള്ള ചർച്ച നടക്കുന്നു. അത് സ്വകാര്യ ആശുപത്രി ലോബികളെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ്. ഏതെങ്കിലും മെഡിക്കൽ കോളേജ് ഏതെങ്കിലും തരത്തിൽ ആരോപണ വിധേയമായാൽ, തകർക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ അത്തരത്തിൽ ആരോപണ രോഗികൾ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ അതിന്റെ ഗുണം അതാത് പ്രദേശത്തെ സ്വകാര്യ ആശുപത്രികൾക്കുണ്ടാവും. ഇന്ന് തന്നെ നിങ്ങൾ ഒരു വാർത്ത വായിച്ചു കാണും പത്രങ്ങളിൽ. 10 ലക്ഷം രൂപ സ്വകാര്യ ആശുപത്രിയിൽ വേണ്ടിവരുമെന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷൻ എറണാകുളത്ത് തന്നെ കളമശ്ശേരിയിലെ മെഡിക്കൽ കോളേജിൽ കൃത്യമായി ഡോക്ടർമാർ അങ്ങോട്ട് വിളിച്ച് കാത്തിരുന്ന് 2.5 ലക്ഷം രൂപയുടെ മരുന്ന് സ്വയം കണ്ടെത്തി വെച്ച ആ ഓപ്പറേഷൻ നടത്തിയത് വളരെ ചാരിതാർത്ഥ്യത്തോടെ ഒരു കുടുംബം പറഞ്ഞ വാർത്ത ഇന്ന് മാധ്യമങ്ങളിലുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ ആരോഗ്യ മേഖലയിൽ അത്ര മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. തിരിച്ചും സംഭവിക്കുന്നവരും സർക്കാർ ആശുപത്രിയിൽ 1 രൂപ ചെലവില്ലാതെ ചികിത്സ കിട്ടുമെന്ന് കരുതി പോയ ആളുകൾ 1.25 ലക്ഷം രൂപയുടെ കടക്കണിയിൽ ഞങ്ങളുടെ ക്യാമറയുടെ മുന്നിൽ വന്ന് പറയുന്നു. പഞ്ഞി മുതൽ സൂചി വരെയുള്ള സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങിപ്പിച്ചുവെന്ന് കൊല്ലത്ത് നിന്ന്, കിളിമാനൂരിൽ നിന്ന്, പത്തനംതിട്ടയിൽ നിന്ന് നിരവധി ആളുകൾ നമ്മളോട് പറയുന്നുണ്ട്. അതും നമ്മുടെ മുന്നിലുണ്ട്. ഒറ്റ കാര്യം, ഇപ്പോൾ നിർമ്മല സീതാരാമൻ തന്നെ ബജറ്റിന്റെ തലേദിവസം സാമ്പത്തിക അവലോകന റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് സൂചിപ്പിച്ച ആ പ്രസംഗത്തിൽ പറഞ്ഞത് എന്താ? ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുക്കുന്ന 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. 30 ലക്ഷം രോഗികൾക്കാണ്, അതായത് 12 പേരെ, കേരളത്തിന്റെ ജനസംഖ്യയിൽ 12 പേരെ എടുത്താൽ അതിൽ ഒരാൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്ന നാടാണ് നമ്മുടെ കേരളം. 7000 കോടി രൂപയാണ് അതിന് മാറ്റിവെച്ചിരിക്കുന്നത്. അത് മാറ്റിവെച്ചത് അത് ഏതെങ്കിലും തരത്തിൽ എപ്പോഴും ഇപ്പോൾ ഇവിടെ ഒരു ഡോക്ടർ പറയുന്നുണ്ടല്ലോ ഒന്നാമതാണെന്ന് പറഞ്ഞു. കേന്ദ്രം പ്രഖ്യാപിച്ചാൽ നമ്മൾ 1ാമത് തന്നെയാണ്. 2ാമത് നിൽക്കുന്ന ആളെക്കാൾ ഒരുപാട് മുന്നിൽ തന്നെയാണ് ഈ 1ാമത് നിൽക്കുന്ന കേരളം. ആ നേട്ടങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ ആർക്കാണ് തടസ്സം? അത്തരത്തിൽ ഈ അടുത്ത കാലത്ത് ഇപ്പൊ ചിറ്റൂർ ഒരു ഹോസ്പിറ്റൽ കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ഹോസ്പിറ്റൽ തന്നെയാണ്. ആ ഹോസ്പിറ്റലിന്റെ നേട്ടങ്ങൾ നമ്മൾ ചർച്ച ചെയ്തില്ലേ? 7 നിലയുള്ള നിരവധി ഓപ്പറേഷൻ തിയേറ്ററുള്ള എല്ലാ താലൂക്ക് ആശുപത്രികളിലും സൗജന്യ ഡയാലിസിസ് സെന്റർ വരെ നടപ്പാക്കുന്ന രീതിയാണ്. അപ്പൊ കുറവുകൾ നമുക്ക് പരിശോധിക്കാം, അത് പരിഹരിക്കാം, കൂട്ടായിട്ടുള്ള ചർച്ച വരാം. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കുറവ് വരുമ്പോഴേക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്കും, ആക്സിഡന്റ് വരുമ്പോഴേക്കും ആരോഗ്യ മേഖല മൊത്തം പ്രശ്നമാണെന്ന് പറയുന്നത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ UDF പ്രതിനിധിയുണ്ട്, പ്രതിപക്ഷമാണ് ഈ ആരോപണം ഉയർത്തുന്നത്. നമുക്ക് ആ പ്രതിപക്ഷത്തിനോട് തന്നെ ചോദിക്കാം. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ രാജിയിലോ പരിഹാരം എന്നാണ് ചോദ്യം. അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM പ്രതിനിധി, അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുസ്ലിം ലീഗ് പ്രതിനിധി, ഡോക്ടർ NM അരുൺ ആരോഗ്യ വിദഗ്ധൻ, G ഗിരീഷ് ബിന്ദുവിന്റെ ബന്ധു കൂടി നമുക്കൊപ്പം ചർച്ചയിൽ പങ്കുചേരുന്നു. ഷിബു മീരാൻ, ഇപ്പോൾ അഡ്വക്കേറ്റ് KS അരുൺകുമാർ പറയുന്നത് ഇന്ന് പ്രതിപക്ഷം കേരളമുടനീളം നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങൾ സ്വകാര്യ മെഡിക്കൽ ലോബിയെ സഹായിക്കാനും സ്വകാര്യ മെഡിക്കൽ ആശുപത്രികൾക്ക് വേണ്ടിയും നടത്തിയ പ്രതിഷേധ പ്രകടനമാണ് എന്നാണ്. അതിന് മറുപടി വേണം. ചോദ്യം നമ്പർ 2, രക്ഷാപ്രവർത്തനം വൈകി എന്ന് പറയുന്ന പ്രതിപക്ഷത്തിന് മുന്നിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസതടസ്സമോ ശ്വാസം മുട്ടിയോ അല്ല മരണം സംഭവിച്ചിരിക്കുന്നത്. ആ ബീം വന്ന് വീണ് ഉള്ള മരണമാണ്, ഇൻസ്റ്റന്റ് ഡെത്താണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രക്ഷാപ്രവർത്തനം വൈകിയതുകൊണ്ടല്ല ബിന്ദു മരിച്ചത് എന്നതുകൂടി സ്ഥാപിക്കപ്പെടുകയാണ്. അങ്ങനെ വന്നാൽ രക്ഷാപ്രവർത്തനത്തിലെ വീഴ്ച ഇനി മന്ത്രിമാരുടെ അടുത്ത് നിൽക്കുമോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. മറുപടി. ദൗർഭാഗ്യകരമാണ് ഡോക്ടർ അരുൺകുമാർ. ബിന്ദു ഇന്നലെ ശ്വാസതടസ്സം നേരിട്ട് മരിക്കാൻ കട്ടിലിൽ കിടന്നല്ല മരിച്ചത്. ഒരു കെട്ടിടം തകർന്നു വീണപ്പോൾ
ആ കെട്ടിടത്തിന് അടിയിൽ കുടുങ്ങി 2.5 മണിക്കൂർ കിടന്നിട്ടാണ് ആ സഹോദരിയെ നമുക്ക് നഷ്ടമായത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയോട്ടിക്ക് സാരമായ പരിക്കുണ്ടായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ? വാരിയെല്ലുകൾ ഒടിഞ്ഞു തകർന്നിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ? അങ്ങനെ പരിക്ക് പറ്റി ആ കോൺക്രീറ്റ് പാളികൾക്കിടയിൽ കിടന്നിരുന്ന ഒരാളെ എത്ര നേരത്തെ പുറത്തെത്തിക്കാൻ കഴിയുമായിരുന്നോ അത്രയും അയാളുടെ ജീവൻ രക്ഷിക്കുന്ന കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു എന്ന സാമാന്യ വസ്തുത മറ്റാര് നിഷേധിച്ചാലും ഡോക്ടർ അരുൺകുമാർ താങ്കൾ നിഷേധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇന്നലെ അവിടെ കണ്ട ദൃശ്യങ്ങൾ, ഇന്നലെ പകൽ സമയം നമ്മൾ കണ്ടതും റിപ്പോർട്ടർ ചാനലടക്കം കേരളത്തിലെ ജനങ്ങളെ കാണിച്ചതുമായ കുറേ ദൃശ്യങ്ങളുണ്ടല്ലോ ഡോക്ടർ അരുൺകുമാർ. ആ ദൃശ്യങ്ങൾ എന്തായാലും സ്ക്രിപ്റ്റ് എഴുതി നിങ്ങൾ ചിത്രീകരിച്ചതോ ഞങ്ങളുടെ നിർദ്ദേശപ്രകാരം അതിനു മുൻപിൽ ആളുകൾ അഭിനയിച്ച് കാണിച്ചതോ അല്ലല്ലോ. ഈ മന്ത്രിമാർ രണ്ടുപേരും പാഞ്ഞെത്തിയിട്ട് എന്താ പറഞ്ഞത്? സാരമായ പരിക്ക് ആർക്കുമില്ല. പിന്നെ എന്താ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്? ഈ കെട്ടിടത്തിൽ ആരുമില്ല, ഇത് പ്രവർത്തനരഹിതമായ കെട്ടിടമാണ്. അപ്പുറം നമ്മുടെ കിഫ്ബിയെയും കൊണ്ട് ഞങ്ങൾ കിഫ്ബിയിൽ നിന്ന് ഫണ്ട് ചിലവാക്കി വലിയ കെട്ടിടമൊക്കെ പണിതു എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായി ഇവർ നടത്തി വരുന്ന ആ PR വർക്കിലൂടെ കെട്ടിപ്പൊക്കിയ പെരുംനുണക്കോട്ട തകരരുത് എന്ന ഉദ്ദേശത്തോടെ ഇവർ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ, 2 മന്ത്രിമാർ നിരന്നു നിന്ന് പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ നേരിട്ട് കണ്ടതാണ്. ഒടുവിൽ അവിടെ എത്തിയ MLA എൻ്റെ മകളെ കാണാനില്ല എന്ന പെൺകുട്ടി പറയുമ്പോഴാണ് ദ്രുതഗതിയിൽ അത്തരമൊരു ദുരന്ത രംഗത്ത് നടക്കേണ്ടുന്ന ചടുലമായ ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സംവിധാനം പോയത് എന്നത് ഇന്നലെ കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം തത്സമയം ഇവിടുത്തെ ആളുകളെ കാണിച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് അത്തരം ന്യായവാദങ്ങളിൽ ദയവ് ചെയ്ത് ആ ബിന്ദു എന്ന സഹോദരിയുടെ പട്ടട എരിഞ്ഞു തീർന്ന ഈ സന്ധ്യാനേരത്തെങ്കിലും ഇവിടുത്തെ CPM-ൻ്റെ പ്രതികൾ അഭയം തേടരുത്. നിങ്ങളുടെ ഈ PR വർക്കിന് ആ സാധു കുടുംബത്തെ ഇരകളാക്കരുത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ സ്വകാര്യ ലോബികളെ സഹായിക്കാൻ എന്നാണ്. ഇന്നാണ് നമ്മൾ ബിന്ദുവിൻ്റെ ചിതയെരിയുന്നത് കണ്ടത്. നാളെ നേരം പുലരുമ്പോഴാണ് തൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകാനിരിക്കുന്നത്. അപ്പോൾ തന്നെ വേണം നമ്മൾ ഈ സ്വകാര്യ ലോബിക്ക് വേണ്ടി ഇവിടെ സമരം നടക്കുന്നത്. ഈ സമരം ഞാൻ ചോദിക്കട്ടെ ഡോക്ടർ അരുൺകുമാർ, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കാണുന്നു. ഇപ്പോൾ ഡോക്ടർ ഹാരിസിൻ്റെ ചില വെളിപ്പെടുത്തലുകൾ, അതേ തുടർന്ന് റിപ്പോർട്ടർ അടക്കം നടത്തിയിട്ടുള്ള കോഴിക്കോട് പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അടക്കം നടത്തി അന്വേഷണത്തിലൂടെ നിങ്ങൾ പുറത്തുവിട്ട കുറേ ദൃശ്യങ്ങൾ, മീൻപെട്ടിയിൽ ചാളയെ അടുക്കുന്നത് പോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗികളെ കട്ടിലിലും നിലത്തുമൊക്കെ അടുക്കി കിടത്തിയിരിക്കുന്ന കാഴ്ച റിപ്പോർട്ടർ TV ലോകത്തെ കാണിച്ചു കൊടുത്തല്ലോ. ആ ദൃശ്യങ്ങൾ പിന്നെ എന്താണ് സ്ക്രിപ്റ്റഡ് ആയിരുന്നില്ല, അതൊന്നും കള്ളമായിരുന്നില്ല. അത് അവസാനിക്കുന്നത് മുൻപെയാണ് ഇപ്പോൾ ഈ നമ്മുടെ പ്രിയപ്പെട്ട ബിന്ദുവിൻ്റെ മരണം സംഭവിക്കുന്നത്. ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഇടതുപക്ഷം ഈ തൊടുന്യായങ്ങളൊക്കെ പറയുന്നതിനാണ്. 2ാം പിണറായി സർക്കാർ തന്നെ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യ മേഖലയെക്കുറിച്ച് ഇവർ പറഞ്ഞ കുറെ ഒരു വലിയ PR വർക്കിൻ്റെ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായി ഉണ്ടായതാണ് കോവിഡ് മഹാമാരിക്കെതിരായ കേരളത്തിൻ്റെ ഐതിഹാസികമായ ഒരു പോരാട്ടം. തീർച്ചയായും നമ്മളതിനെ നന്നായി പ്രതിരോധിച്ചു. അത് മുഴുവൻ ഇവരുടെ കണക്കിൽ എഴുതി ചേർത്ത് നടത്തിയ ഒരു വലിയ PR വർക്കുണ്ട്. നമ്മൾ തുപ്പാൻ ഭയന്ന കാലാണ്, മുഖവും വായും മൂടിക്കെട്ടി കണ്ണുകൾ കൊണ്ട് സംസാരിച്ച കാലാണ്, വീടിൻ്റെ മുറ്റത്തിറങ്ങാൻ ഭയന്ന കാലാണ്. ആ കാലത്തെക്കുറിച്ച് കൽപ്പറ്റ നാരായണ മാഷൊരു കവിതയുണ്ട്. തുപ്പാൻ ഭയന്ന ആ കാലത്ത് തൊണ്ണക്കുഴിയിൽ നിന്ന് നാം താഴേക്ക് ഇറക്കിയത് കൊടും വിഷം ആയിരുന്നു എന്നാണ്. ആ കാലത്ത് മുദ്രാവാക്യം വിളിക്കാനോ പ്രതിഷേധിക്കാനോ സമരം ചെയ്യാനോ നിവൃത്തിയില്ലാത്ത വല്ല ചോദ്യങ്ങളും ചോദിച്ചു പോയാൽ ഇന്നത്തെ പോലെ സംസ്ഥാന ദ്രോഹിയായി ചിത്രീകരിക്കുന്ന ആ കാലത്ത് കേരളം തൊണ്ടക്കുഴിയിൽ നിന്ന് നിവൃത്തികേട് കൊണ്ട് ഇറക്കിയ കാളകൂട വിഷത്തിന്റെ പേരാണ് പിണറായി സർക്കാർ എന്ന് ബോധ്യപ്പെടുന്നു. 2017 നവംബർ മാസം 30-ാം തീയതി ഡോക്ടർ അരുൺകുമാർ, ഒറ്റപ്പെട്ട സംഭവമാണ്, നമുക്ക് പരിശോധിക്കാം. ഹർഷീന എന്നൊരു സ്ത്രീയുടെ ശസ്ത്രക്രിയ നടന്നു പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവരുടെ വയറ്റിലൊരു കത്രികയുണ്ടെന്ന് ബോധ്യപ്പെട്ടു. ഇപ്പൊ കൊല്ലം 8-ാണ്. അവർ നഷ്ടപരിഹാരത്തിന് കേസ് നടത്തുന്നു. ഇവർ നിയോഗിച്ച മെഡിക്കൽ ബോർഡ്, ഇവർ നിയോഗിച്ച ആഭ്യന്തര അന്വേഷണ സമിതി അവർ പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കത്രികയല്ല എന്നാണ്. എന്ന് വെച്ചാൽ വിശന്നപ്പോൾ പിന്നെ ഹർഷീനെ എടുത്ത് വിഴുങ്ങിയതാണ് എന്ന് നാളെ ഇവിടെ കോടതിയിൽ വാദിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. എത്ര കാര്യങ്ങൾ ഇതുപോലെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. വിരൽ പരിക്ക് പറ്റിയ ആളുടെ നാവ് ശസ്ത്രക്രിയ. ICUവിൽ ഡോക്ടർ അരുൺകുമാർ, താങ്കളുടെ ഒരു ബന്ധു ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ ആ ബന്ധുവിനെ ഒന്ന് കാണാൻ താങ്കൾക്ക് എത്ര ആളുടെ അനുവാദം വാങ്ങേണ്ടി വരും? ICUവിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് അർദ്ധബോധാവസ്ഥയിൽ കിടക്കുന്ന രോഗിയെ അതേ ആശുപത്രിയിലെ ജീവനക്കാരൻ ലൈംഗികമായി ഉപദ്രവിച്ച വാർത്ത ഈ കേരളത്തിൽ നിന്ന് പുറത്തു വന്നത് ഈ 2ാം പിണറായി സർക്കാരിന്റെ കാലത്താണ്. ഇങ്ങനെ നമ്മൾ പറയാൻ തീരുമാനിച്ചാൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ 1000 എണ്ണമെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. പേവിഷബാധയേറ്റ് കുട്ടികൾ മരിക്കുക, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ കാലത്ത് നമ്മളത് കേട്ടിട്ടുള്ളൂ. നിയ ഫൈസൽ എന്നൊരു കുട്ടി മരിച്ചല്ലോ, പുനലൂരിലെ ആശുപത്രിയിൽ കുത്തിവെച്ചിട്ട് കുറച്ച് വാക്സിൻ ബാക്കി വന്നപ്പോൾ മുറിവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കെട്ടിവെച്ചു എന്ന് പറഞ്ഞത് നിയ ഫൈസലിന്റെ ഉമ്മയാണ്. ആ ഉമ്മ സ്വകാര്യ ലോബിയെ സഹായിക്കാനാണോ ഇത് പറഞ്ഞത്? എൻ്റെ അമ്മയെ തേടി തുടങ്ങിയത് അവർ
അന്വേഷിക്കാൻ തുടങ്ങിയത് ഞങ്ങൾ വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് എന്ന് നവനീത് എന്ന ബിന്ദുവിന്റെ അമ്മ ചങ്കുപൊട്ടി പറയുമ്പോൾ, നവനീത് അച്ഛൻ പിന്നെ സ്വകാര്യ ലോബിയെ സഹായിക്കാണോ? അവരുടെ ഭർത്താവ് വിശ്രുതൻ സ്വകാര്യ ലോബിയെ സഹായിക്കാണോ? ഈ പാവപ്പെട്ട മനുഷ്യരുണ്ടല്ലോ, നിങ്ങൾ കാണിച്ച ദൃശ്യങ്ങളിൽ ഇവിടുത്തെ തണുത്തുറഞ്ഞ സിമന്റ് തറയിൽ ചികിത്സ കാത്തു കിടക്കുന്ന ഈ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ പോവാൻ നിവൃത്തിയില്ലാത്തതിന്റെ പേരിൽ പൊതുജനാരോഗ്യ സംരക്ഷണ സംവിധാനത്തെ ആശ്രയിക്കേണ്ടി വരുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ, അവർക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ സമരം, അവർക്ക് വേണ്ടിയാണ് വർത്തമാനം പറയുന്നത്. ഒരു മയോ ക്ലിനിക്കിലും പോവാൻ അവർക്ക് നിവൃത്തിയില്ല, ഒരു സ്വകാര്യ ആശുപത്രിയിൽ അവർക്ക് ചികിത്സ കിട്ടാൻ പോകുന്നില്ല. അവർക്ക് വേണ്ടി സംസാരിക്കുമ്പോ ഒരു സംശയം, UDF-ന്റെ കാലത്ത് 4-5 വർഷങ്ങൾ കൂടി നോക്കിയാൽ പരമാവധി 600-700 കോടി രൂപയാണ് നിലവിൽ പൊതുജനാരോഗ്യ മേഖലയ്ക്ക് മാറ്റിവെച്ചത്. LDF സർക്കാരിൻ്റെ കാലത്ത് 7000 കോടിയാണ്. ഈ വ്യത്യാസത്തെ താങ്കൾ എങ്ങനെ കാണും? $700 കോടി എന്ന കണക്ക് വസ്തുതാപരമല്ല. 1. 2, ഞാൻ പറയട്ടെ ഡോക്ടർ അരുൺകുമാർ, 10 വർഷങ്ങൾക്ക് മുൻപുണ്ടായത് ഇപ്പോൾ ഒരു കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു. ഡോക്ടർ അരുൺകുമാർ പിന്നെ നമ്മൾ ലളിതയുക്തിക്ക് ആലോചിക്കോ, ഒരു കെട്ടിട നിർമ്മാണത്തിന്റെ അന്നത്തെ ചെലവും ഇന്നത്തെ ചെലവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? നമ്മൾ കാണേണ്ടത് UDF-ന്റെ കാലത്തെ പറയുമ്പോൾ ഇപ്പോൾ ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ അവരുടെ ഫേസ്ബുക്കിൽ 3 ദിവസം മുമ്പ് പങ്കുവെച്ചൊരു കണക്കുണ്ട്. ഒരൊറ്റ കണക്ക് ഞാൻ പറയാം ഡോക്ടർ അരുൺകുമാർ. 2011 കേരളത്തിന്റെ മാതൃമരണ നിരക്ക് ദേശീയ ശരാശരി 130 നിൽക്കുമ്പോൾ നമ്മുടേത് 61 ആയിരുന്നു. 5 വർഷം ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ വീണ ജോർജ് പറയുന്ന കണക്കനുസരിച്ച് നമ്മുടെ മാതൃമരണ നിരക്ക് 43 കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ 5 വർഷം കൊണ്ട് 18 കുറഞ്ഞു. എന്നാൽ 10 വർഷം കഴിഞ്ഞ് 2025 കണക്ക് ഇവർ പങ്കുവെക്കുമ്പോൾ അത് എത്രയാണ്? അത് 18 കുറഞ്ഞു. എന്നാൽ 10 വർഷം കൊണ്ട് ഇവർ 23. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആ നമ്പർ മാത്രം നമ്മൾ 18 കുറച്ചു കൊണ്ടുവന്നു. ദയവ് ചെയ്ത് ഇവർ പറയുന്ന ഈ കണക്കുകൾക്ക് പുറകെ പോയിട്ട് കേരളം ഏതാണ്ട് 2016 ഉണ്ടായതാണ്. കേരളത്തിന്റെ ലോകപ്രസിദ്ധമായ പൊതുജനാരോഗ്യ സംവിധാനം 2016 ഉണ്ടായതാണ് എന്ന മറ്റുള്ള ഇവരുടെ വാദങ്ങൾക്ക് ദയവ് ചെയ്ത് നിങ്ങൾ കേരളം എത്രയോ പതിറ്റാണ്ടുകളായി ഒന്നാമതാണ്. നമ്മൾ എത്രയോ പതിറ്റാണ്ട് മറുപടി അരുൺ തരട്ടെ. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഇതാണ് പ്രതിപക്ഷം പറയുന്നത്. നിങ്ങൾ ഒറ്റയടിക്ക് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ഉദ്ദേശത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൻ്റെ താല്പര്യമായിട്ട് നിങ്ങൾ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? ഇതിനകത്തൊരു അനാവശ്യമായ PR തിടുക്കം നിങ്ങൾ കാണിക്കുന്നില്ലേ? ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രി വന്ന് അവിടെ പറയേണ്ടതാണോ ഈ 2013 തന്നെ ഫിറ്റ്നസ് നഷ്ടപ്പെട്ടതാണ്? സ്വയം കുഴിച്ച കുഴിയല്ലേ? 2013 ഫിറ്റ്നസ് നഷ്ടപ്പെട്ട കെട്ടിടം 13, 14, ശരി 13, 15, 16, അതിൽ 2.5 വർഷക്കാലം UDF സർക്കാരിൻ്റെതാണ്, 9 വർഷക്കാലം പിണറായി സർക്കാരിൻ്റെതാണ്, അതിൽ 5 വർഷക്കാലം ഒന്നാം പിണറായി സർക്കാരിൻ്റെതാണ്. ഈ കെട്ടിടം മാറ്റാൻ 2016 മുതൽ 2021 വരെയുള്ള കാലത്ത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് സാധിച്ചില്ല? എന്തുകൊണ്ട് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജയ്ക്ക് സാധിച്ചില്ല? ഇവിടെ ആശുപത്രികളെല്ലാം ഒരു 9 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആ സാഹചര്യമാണോ ഇപ്പോഴുള്ളത് എന്നതാണ് നമ്മൾ ഗൗരവത്തോടെ പരിശോധിക്കേണ്ടത്. എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുകയും അതുപോലെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, ഹെൽത്ത് പദ്ധതി നടപ്പാക്കിയ സ്ഥാപനങ്ങൾ എന്ന രൂപത്തിൽ പടിപടിയായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ UDF-ന്റെ കാലത്ത് 600 കോടിയായിരുന്നുവെങ്കിൽ ഇത് 7000 കോടി, ഒരു 10-12 ഇരട്ടി വർദ്ധിപ്പിച്ചത്. ഇതൊന്നും കേരളത്തിൽ ഇപ്പോൾ ഇല്ല. ഇതെല്ലാം UDF-ന്റെ ഭരണ തുടർച്ചയുടെ ഭാഗമായിട്ടാണെന്നാണ് UDF-ന്റെ പ്രതിനിധിയുടെ സ്ഥാപിക്കാനുള്ള ശ്രമം. അപ്പോൾ അങ്ങ് ഓർക്കേണ്ടത് ഇതെല്ലാം കിഫ്ബിയുടേതാണെന്ന് സമ്മതിക്കാമല്ലോ. ഈ കിഫ്ബിയെ ഈ കേരളത്തിലാകമാനം എതിർത്തുകൊണ്ട് നടക്കുന്നതല്ലേ UDF? കിഫ്ബിക്കെതിരെ എത്ര സമരം ഇവർ നടത്തി? കിഫ്ബിയെ എത്ര തവണ തള്ളി പറഞ്ഞു? കേന്ദ്ര ഗവൺമെന്റ് കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ, കേരളത്തിന്റെ കടമെടുപ്പ് തോതിൽ പെടുത്തിയപ്പോൾ ഇതൊക്കെ ഞങ്ങൾ അന്ന് പറഞ്ഞതാണ് കേന്ദ്രം ചെയ്തത് എന്ന് പറഞ്ഞതാ. നമുക്ക് ബജറ്റിൽ വരുന്ന പണം കൊണ്ട് വരവ് ചെലവൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമെങ്കിലും ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനം നടത്താൻ കഴിയില്ല. നമുക്കറിയാം, ഓരോ ഹോസ്പിറ്റൽ എടുത്തു. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസം നമ്മൾ ചർച്ച ചെയ്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുണ്ടല്ലേ. ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ 712 കോടി രൂപയാണ് മുടക്കിയത് എല്ലാ മേഖലയിലും. ഇപ്പോൾ ആ യൂറോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തർക്കം ഉണ്ടായപ്പോൾ കഴിഞ്ഞ ഒരു വർഷം 67 ലക്ഷം രൂപ ആ ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തില്ലേ. ഇതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ച കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഉള്ള വികസന പ്രവർത്തനങ്ങളാണ്, വൻകിട വികസന പ്രവർത്തനങ്ങളാണ്. ഇതിനിടയിൽ 2015-16 അധികാരത്തിൽ വന്നു. ഒരു ഭാഗത്ത് നിപ വൈറസ്. ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞിട്ടുണ്ട് നിപ വന്ന എല്ലാം മരിച്ചുപോയി എന്ന്. ആഗ്രഹമായിരിക്കും, സുവർണാവസരം കാത്തിരിക്കുന്നവരാണല്ലോ. ഒരു പ്രളയം വരും, ഒരു വെള്ളപ്പൊക്കം വരും, മറ്റു ദുരന്തം വരും, അപ്പം ഞങ്ങളങ്ങ് പിടിക്കും കേരളം എന്നാ പറഞ്ഞത്. നമ്മുടെ മുന്നിലുണ്ടല്ലോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഏറ്റവും സീനിയർ നേതാവല്ലേ പറഞ്ഞത് നിപ വൈറസ് വന്ന എല്ലാവരും മരിച്ചുപോയെന്ന്. അന്ന് ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധി പറഞ്ഞത് ഈ നിപ വൈറസ് കേരളത്തിലല്ല മറ്റെവിടെയെങ്കിലുമാണ് വന്നതെങ്കിൽ 12,000 പേർ മരണപ്പെട്ടാലും ഇത് ഏത് വൈറസ് ആണെന്ന് കണ്ടെത്താൻ കഴിയില്ല എന്നാ.
ഒരു 10-12 പേർ മരണപ്പെട്ടപ്പോഴേക്കും ആ വൈറസിനെ പിടിച്ചു കെട്ടി നമ്മൾ കൃത്യമായി തന്നെ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോയി. പിന്നെ ഓഖി ദുരന്തം വന്നു, നൂറ്റാണ്ടിലെ മഹാപ്രളയം വന്നു, 2019 പ്രളയം വന്നു, കോവിഡ് 1ാം ഘട്ടം, 2ാം ഘട്ടം, 3ാം ഘട്ടം. ഈ പ്രതിസന്ധി ഘട്ടങ്ങൾക്കിടയിലും ബജറ്റിൽ അലോട്ട് ചെയ്ത പണത്തിന് പുറമെ പണം കണ്ടെത്തി ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ ആദ്രം പദ്ധതി 1, ആദ്രം പദ്ധതി 2 ആയി നടപ്പാക്കി മുന്നേറുകയാണ്. ഇതൊന്നും PR വർക്കല്ല, ജനങ്ങളാണ് ഈ ഗവൺമെന്റിന്റെ PR. ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. UDFന്റെ കാലത്ത് ആകെ ചികിത്സ സർക്കാർ ആശുപത്രികളെ ആശ്രയിച്ചവർ 8.3 കോടിയാണ്. എന്നാൽ LDF സർക്കാരിന്റെ ആദ്യത്തെ 5 കൊല്ലം 15.3 കോടിയാണ് ഈ സർക്കാർ ആശുപത്രികളെ ഓരോ തവണ പോയവരുടെ എണ്ണം എടുത്തു പരിശോധിക്കുക. അപ്പൊ ഈ സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്നവരുടെ എണ്ണം കൂടി വരിക. അപ്പൊ ചോദിക്കുന്നത് നിലത്ത് കിടന്ന് ചികിത്സിക്കുക. ഒരു ആശുപത്രിയിലുള്ള മുഴുവൻ ബെഡും ഒക്കുപ്പൈഡ്, ചില ബെഡുകളിൽ 2 പേരെ കിടത്തേണ്ട സാഹചര്യം വരും. കാരണം രോഗികളുടെ എണ്ണം കൂടുന്നു, പ്രത്യേകിച്ച് മഴ, ഈ പനിയുടെ കാലം. ആ സമയത്ത് ഇവിടെ ചികിത്സയില്ല, ബെഡില്ല എന്ന് പറഞ്ഞാലും, ബെഡ് മുഴുവൻ കൃത്യമായിട്ട് അക്കോമഡേഷൻ ഇല്ല എന്ന് പറഞ്ഞാലും, ഒക്യുപ്പൈഡ് ആണെന്ന് പറഞ്ഞാലും, ആ രോഗി വന്ന് ഇവിടെ തന്നെ ചികിത്സ വേണം. ആ അവസ്ഥയൊക്കെ കാണുമ്പോൾ എല്ലാ തരത്തിലും ചികിത്സ കൊടുക്കാനുള്ള മനോഭാവം കാണിക്കുന്ന ആയിരക്കണക്കിന് ഡോക്ടർമാർ, ഡെഡിക്കേറ്റ് ചെയ്ത ഡോക്ടർമാർ, ഇപ്പോൾ പറഞ്ഞല്ലോ ജയകുമാറിനെ കൂട്ടുള്ള ഡെഡിക്കേറ്റഡ് ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ, അവരാണ് ഈ കേരളത്തിന്റെ ശക്തി, ആരോഗ്യ മേഖലയുടെ സൈന്യം എന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. അവരുടെ പ്രവർത്തനത്തെയാണ് നിങ്ങൾ പ്രകടനത്തിലൂടെയും സമരത്തിലൂടെയും വെല്ലുവിളികളിലൂടെയും എല്ലാം ആക്ഷേപിക്കുന്നത്. നിങ്ങൾക്ക് ആരോഗ്യമന്ത്രിയെ അങ്ങ് അപകീർത്തിപ്പെടുത്തണം, ആക്രമിക്കണം. എന്തിനാ? UDFന്റെ തൊഴിലാണ്. എത്രയോ ഇപ്പൊ K. മുരളീധരൻ അടക്കം എന്തൊക്കെ ആക്ഷേപമാണ്. 0 ആണ്, ബിഗ് 0 ആണ്, വട്ടപൂജ്യമാണ്. അപ്പൊ ചെന്നിത്തലയുടെ പ്രസ്താവന അത് എത്ര ആക്രമിച്ചാലും ഈ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന് നേതൃത്വം കൊടുത്ത ശൈലജ നഷ്ടപ്പെട്ട കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ പഴയ ബ്ലോക്ക് 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് എന്തുകൊണ്ട് പുനർനിർമ്മിക്കാൻ സാധിച്ചില്ല? എന്തുകൊണ്ട് 12 വർഷത്തെ വൈകലുണ്ടായി? അതിൽ ഈ സർക്കാരിന്റെ കാലത്ത് മാത്രം 9 വർഷത്തെ വൈകൽ. അത് ഞാൻ പറയാം. 2016 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ ഇവിടെ പുതിയ ബ്ലോക്ക് പണിയാനുള്ള അനുമതി കൊടുത്തതാണ്. ഞാൻ അതിനുശേഷം പറഞ്ഞല്ലോ, നിരവധി പ്രകൃതി ദുരന്തങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും ഇതിലും പ്രയോറിറ്റിയോടെ മറ്റു ചില ഇതേ മെഡിക്കൽ കോളേജ്, കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്തരം സാഹചര്യം 2021 പണി തുടങ്ങുന്നു, 4 വർഷം കൊണ്ട് ആ പണി പൂർത്തീകരിക്കുന്നു. ഡിലേ വന്നിട്ടുണ്ടോ എന്നുള്ളത് കാര്യം തന്നെയാണ്. അത് ആ ഡിലേയുടെ കാരണങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ ഒരു മന്ത്രിക്ക് പറ്റിയ പിശകല്ല പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. ഇതിവിടെ ആ കെട്ടിടത്തിൽ ഇപ്പോഴും ഈ നിമിഷവും എനിക്ക് തോന്നുന്നു അവിടെ ബാക്കിയുള്ള രോഗികൾ ഒഴിപ്പിച്ചു. അവിടെ ശസ്ത്രക്രിയ പാട് പൂർണ്ണമായിട്ടില്ല, ശസ്ത്രക്രിയയ്ക്കുള്ള സംവിധാനങ്ങളായിട്ടില്ല, മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ തയ്യാറാക്കണം, അതിൻ്റെ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ ചെയ്യാൻ പാടില്ലേ എന്നുള്ളതാണ് ചോദ്യം. അരുൺ, അതെ, ഞാൻ പറഞ്ഞല്ലോ, ഇതിനിടയിലല്ലേ ഡോക്ടർ അരുൺ കിഫ്ബിയുടെ പ്രവർത്തനത്തെ പോലും കേന്ദ്രത്തിന്റെ കടമെടുപ്പ്, കേരളത്തിന്റെ കടമെടുപ്പ് തോതിലേക്ക് അതുകൊണ്ടൊന്നും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം തടസ്സപ്പെടില്ല. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനത്തെ പ്രതിപക്ഷം ഒരിക്കലും തടസ്സപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒരു വാർത്തയും നമ്മൾ സംപ്രേഷണം ചെയ്തിട്ടില്ല. പ്രതിപക്ഷം തടസ്സപ്പെടുത്തി അല്ല ഞാൻ പറഞ്ഞത്. കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. കിഫ്ബിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനും കിഫ്ബി വഴിയുള്ള അലോട്ട്മെന്റിനെ തകർക്കാനും കേന്ദ്രം റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ, അതായത് 2016 നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിന് വിഷയമല്ലെന്നേ. അവിടെ 577 കോടി രൂപ സാങ്ഷൻ ചെയ്തു. താങ്കൾ പറഞ്ഞതുപോലെ 197 കോടി രൂപയുടെ കെട്ടിടം ഇപ്പോൾ ഉയർന്നു വന്നു. സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ടല്ലോ. അപ്പൊ പ്രശ്നമതല്ല, അത് എപ്പോൾ ഉദ്ഘാടനം തീരുമാനിക്കണം. ജൂലൈ 31 തീരുമാനിച്ചത്. ഇന്നലെ എല്ലാവരെയും മാറ്റിയല്ലോ. ഇന്നലെ മാറ്റാൻ കഴിയുമെങ്കിൽ ഒരാഴ്ച മുമ്പേ മാറ്റാൻ കഴിയുമായിരുന്നല്ലോ. എന്തുകൊണ്ട് മാറ്റിയില്ല? അതിലൊരു പ്രശ്നം ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ. 2 തരത്തിലുള്ള മോക്ക് ഡ്രില്ലുകൾ നടത്തി ഫയർ ടെസ്റ്റുകൾ പാസ്സായി കൃത്യമായിട്ടുള്ള പരിശോധന, പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള തീപിടുത്തം, അതും പുതിയ ബ്ലോക്കിൽ തന്നെയാണ് തീപിടുത്തം ഉണ്ടായത്. അപ്പോൾ അത്തരത്തിൽ സൗകര്യം. ഇപ്പൊ ഇവിടെ എന്താണ് JCB പെട്ടെന്ന് പ്രവേശിക്കാത്തത്? ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് ഈ പഴയ 57 വർഷം പഴക്കമുള്ള കെട്ടിടമടക്കം ഡിമോളിഷ് ചെയ്യുമ്പോൾ അതായിരുന്നു ഇതിന്റെ ഒരു പാത്വേ. അത് JCB ഫയർ എഞ്ചിൻ അടക്കം കയറേണ്ടി വന്ന സാഹചര്യത്തിൽ കയറേണ്ടി വരിക. കാരണം നമ്മൾ പഴയ ബിൽഡിംഗ് പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ച് അതിന് ഉത്തരവ് കൊടുത്തിട്ടാണ് പുതിയ ബിൽഡിംഗ് പണിയുന്നത്. ആ പുതിയ ബിൽഡിംഗിന്റെ ഉദ്ഘാടനം വരുമ്പോഴേക്കും ചുറ്റുപാടുമുള്ള പഴയ ബിൽഡിംഗ് എല്ലാം ഡിമോളിഷ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഫയർ എഞ്ചിന് സഞ്ചരിക്കാനുള്ള അവസരം ഉണ്ടാകും. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിൽ കളക്ടർ അന്വേഷിക്കേണ്ടത്.
നമ്മുടെ അത് പ്രയോറിറ്റി ചെയ്യണം. എവിടെയാണ് അല്ല, എന്നുള്ളതാണ് പ്രധാന വിഷയം. ഞാൻ പറഞ്ഞത് 320 കിടക്കകൾ, 3 പ്രധാനപ്പെട്ട ഓപ്പറേഷൻ തിയേറ്ററുകൾ, 42 ICU കിടക്കകൾ, ഇതൊക്കെ ഇപ്പോഴും ഇന്നലെ ഈ അപകടം നടക്കുന്ന സമയത്തും അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. 2024 ഡിസംബറിന് ശേഷം ഒരു കാരണവശാലും അവിടെ ആളുകളെ പ്രവേശിപ്പിക്കാൻ കഴിയില്ല എന്ന് ഉത്തരവ് കിട്ടിയതാണ്. ആ പ്രദേശത്താണ് അപകടകരമായ സ്ഥിതിയിൽ അത് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ വൈകലിന് ഒരു ന്യായീകരണവും ഇല്ലാരും. എനിക്കൊരു ഇടവേള വേണം. മന്ത്രിയുടെ രാജിയോ പരിഹാരം എന്നതാണ് ചോദ്യം. നമുക്കൊപ്പം CPM പ്രതിനിധി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുസ്ലിം ലീഗ് പ്രതിനിധി, ഡോക്ടർ NM അരുൺ ആരോഗ്യ വിദഗ്ധൻ, ഗിരീഷ് ബിന്ദുവിൻ്റെ ബന്ധു എന്നിവരാണ് നമുക്കൊപ്പമുള്ളത്. ഗിരീഷ്, ഇപ്പോൾ ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറുകയാണ്. ഗിരീഷ്, ബിന്ദുവിൻ്റെ മരണം അതേൽപ്പിച്ച നഷ്ടം നിങ്ങളുടെ സ്വകാര്യ ദുഃഖമാണ്. പക്ഷേ ഇത് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലൊരു രാഷ്ട്രീയ വിഷയമായി തിളച്ചു മറിയുകയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ 2 മന്ത്രിമാരും അവിടെ വന്ന് നടത്തിയ ഉത്തരവാദിത്വരഹിതമായ പ്രതികരണം എന്ന മട്ടിലാണ് നമ്മളതിനെ കണ്ടത്. അതിനുമപ്പുറം ആരോഗ്യവകുപ്പിന് ഇക്കാര്യത്തിൽ ഒരു വീഴ്ച സംഭവിച്ചുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഗിരീഷ്? ആരോഗ്യവകുപ്പിന് രക്ഷാപ്രവർത്തകർക്ക് വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് നമ്മുടെ ഭാഗത്തുനിന്ന് പറയാനുള്ളത്. രക്ഷാപ്രവർത്തകർക്ക് തീർച്ചയായിട്ടും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് കോർഡിനേഷൻ ചെയ്തത് ആരാണോ അവരുടെ തെറ്റാണത്. ഓക്കെ, ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ വീഴ്ച മാത്രമാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളൊരു പ്രധാന വിഷയമായിട്ടുള്ളത് അല്ലേ? അതായത് അതവിടെ കോർഡിനേഷൻ വഹിച്ച രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവർ. ഇന്ന് വിസ്തൃതൻ പറയുകയുണ്ടായി ഈ മന്ത്രിമാരുടെ സ്റ്റേറ്റ്മെന്റ് രക്ഷാപ്രവർത്തനത്തെ വൈകിപ്പിച്ചു എന്ന്. തീർച്ചയായിട്ടും. അതായത് ഞാൻ രാവിലെ എനിക്ക് ഈ കെട്ടിടത്തിലേക്ക് എൻ്റെ ചിറ്റ ബിന്ദു കുളിക്കാനായിട്ട് പോയി. കെട്ടിടം ഇടിഞ്ഞ് വീഴുന്നത് സൗണ്ടും മറ്റു കാര്യങ്ങളും കേട്ടിട്ട് മകൾ എന്നെ വിളിച്ചു. അപ്പം തന്നെ എന്നെ വിളിച്ച് പറഞ്ഞത് എൻ്റെ അമ്മ ബാത്റൂമിലേക്ക് പോയി ഇതുപോലെ കെട്ടിടം ഇടിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നതാണ്, എന്തെങ്കിലും ചെയ്ത് ആരെങ്കിലും വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ എൻ്റെ കൊച്ചച്ഛൻ അവിടെ ഉണ്ട്, പുള്ളിക്കാരനെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞ് ഞാനും ഓടിക്കൊണ്ടിരിക്കുക മോനെ, അവിടെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കാഷ്വാലിറ്റിയിൽ ബന്ധപ്പെട്ടപ്പോൾ അവർ കാഷ്വാലിറ്റിയിൽ 2 പേരെ കിട്ടിയിട്ടുണ്ട്. അതിലൊരാൾ നിങ്ങളുടെ അതായിരിക്കും എത്ര വയസ്സ് ചോദിച്ചു. നമ്മൾ 50 വയസ്സ് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു 50 വയസ്സുള്ള ഒരാൾ അടുത്തുണ്ട്, നിങ്ങളൊന്ന് വന്ന് നോക്കാൻ പറഞ്ഞു. പക്ഷേ ഈ കാഷ്വാലിറ്റിയിലേക്ക് നമ്മളെ കയറ്റിയത് ഏകദേശം 15 മിനിറ്റോളം കാത്തു നിന്നതിന് ശേഷമാണ്. അവിടെ ചെന്നപ്പോൾ നമ്മുടെ ആളല്ല എന്ന് പറഞ്ഞതിന് ശേഷം അവർ ഓക്കെ നോക്കട്ടെ, ഇവിടെ ഈ പുറത്തേക്ക് ഒത്തിരി ആൾക്കാരെ വെളിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്, ഒരുപാട് പേരെ പല സൈഡിലായിട്ട് തടഞ്ഞു വെച്ചിട്ടുണ്ട്, അവരിൽ എവിടെയെങ്കിലും ഉണ്ടാകും, നിങ്ങൾ അവിടെയൊക്കെ പോയി നോക്കെന്ന് പറഞ്ഞു. അതിനുശേഷം ഇത് ഞാൻ മാധ്യമത്തിലൂടെയാണ് ഇത് ഞാൻ അറിയുന്നത്. അങ്ങനെയാണ് ഞാൻ കോട്ടയം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഞാൻ പറയുന്നത് ഇതുപോലെ എൻ്റെ ചിറ്റ ഇവിടെയുണ്ട്, ആൾ അതിനടിയിൽ അകപ്പെട്ടിട്ടുണ്ട്, ഷുവറാണ്, അല്ലെങ്കിൽ ആൾ എന്തായാലും പുറത്തേക്ക് പോകാൻ സമ്മതിക്കില്ല, മകൾ അവിടെ കിടക്കുമ്പോൾ ആൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോകാനൊന്നും സമ്മതിക്കില്ല, ഉറപ്പാണ്, നിങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് പോലീസുകാർ പറയുന്നത് തന്നെ ഞാനിപ്പോൾ ഇൻഫോം ചെയ്തിട്ട് നിങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പോലീസ് നമ്മളെ വിളിച്ച് പറഞ്ഞു ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു രക്ഷാപ്രവർത്തകർ വീണ്ടും അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, നോക്കുന്നുണ്ട് പറഞ്ഞു. പിന്നെ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് അവർ വിളിച്ച് പറഞ്ഞു JCB കൊണ്ടുവന്ന് അവിടെ JCB കുറച്ച് തടസ്സം ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റി JCB ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ എറണാകുളത്ത് നിന്ന് പനമ്പള്ളി നഗറിൽ നിന്നാണ് ഞാൻ വന്നത്. ഏകദേശം ഞാനൊരു തലയോലപ്പറമ്പിനടുത്ത് എത്താറായപ്പോഴാണ് വിളിച്ചത്. അത് കഴിഞ്ഞ് ഒരു ഏറ്റുമാനൂർ എത്തിയപ്പോഴത്തേക്ക് എന്നോട് അവിടുന്ന് വിളിച്ച് പറഞ്ഞു ഒരാളെ കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങളുടെ എൻ്റെ ചിട്ടി ആയിരിക്കാനാ ചാൻസ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തതിന് ശേഷം അവിടുന്ന് തന്നെ എനിക്ക് അവരെന്നോട് പറഞ്ഞു കൺഫേം ആണ്, ഇന്ന ആളാണ്, പക്ഷെ ആൾ പോയി മരിച്ചു എന്ന് പറഞ്ഞു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇതിനിടയിൽ സംഭവിച്ചൊരു ഡിലേ ആണ് നിങ്ങളെ സംബന്ധിച്ചൊരു വീഴ്ചയായിട്ട് കണക്കാക്കുന്നത്. താങ്ക് യു ഗിരീഷ്. ഡോക്ടർ NM അരുൺ, ഇത് നോക്കൂ, ഇന്ന് തന്നെ ഈ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം നടക്കുമ്പോൾ അതിന് സർക്കാർ എടുക്കുന്ന പ്രതിരോധം എന്ന് പറയുന്നത് നിങ്ങൾ സ്വകാര്യ മെഡിക്കൽ കോളേജിനെ സഹായിക്കാൻ വേണ്ടി നടത്തുന്ന നീക്കമെന്നാണ്. സർക്കാരിനെ വിമർശിച്ചാൽ സംസ്ഥാനദ്രോഹിയാവുന്ന ഒരു രീതിയിലുള്ള പ്രതികരണം, ആ പ്രതികരണത്തെ എങ്ങനെയാണ് കാണുന്നത് NM അരുൺ? വളരെ നിർഭാഗ്യകരമാണ് ഞാൻ പറയുന്നത്. അതെനിക്ക് തോന്നുന്നത് സർക്കാരിന് തന്നെ അതൊരു സെൽഫ് ഗോളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ നമ്മൾ വളരെ മികച്ചതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. നമുക്കത് ഇനി കൂടുതൽ എങ്ങനെ മികച്ചതാക്കാമെന്നാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് നമുക്ക് പ്രശ്നങ്ങളുള്ളത് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് സ്വാഗതം ചെയ്യണം വേണ്ടത്. ആ മേഖലകളിലെ പ്രശ്നങ്ങൾ ശരിയാക്കാൻ സാധിച്ചാൽ സർക്കാരിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുകയാണ് ചെയ്യുക.
അപ്പോൾ ഏതൊക്കെ മേഖലയുടെ പ്രശ്നങ്ങളില്ലെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരെ അവരോട് നല്ല രീതിയിൽ അവരുടെ ആ വിമർശനങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുകയാണ് വേണ്ടത്. ഇപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സേഫ്റ്റി ഓഡിറ്റ്, എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെ ആരോഗ്യമന്ത്രിക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇത് ചെയ്യുമ്പോൾ തന്നെ വേറൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും ഒരു സേഫ്റ്റി ഓഡിറ്റ് നമ്മൾ നടത്താൻ പോവുകയാണ്. ഇത്ര ദിവസം കൊണ്ട് റിപ്പോർട്ട് വരും. ഇനി ഏതെങ്കിലും ബിൽഡിങ് ഇതുപോലെ വീഴാൻ പാകത്തിലുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് രോഗികളെയൊക്കെ മാറ്റും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടാൽ തന്നെ അതെന്തോ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റമാണ്. പക്ഷേ അതിന് പകരം ഈ രീതിയിൽ ഇത് പ്രൈവറ്റ് ആശുപത്രികളെ സഹായിക്കാനാണെന്നൊക്കെ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾ വരുമ്പോഴാണ് നമുക്ക് അത് വളരെ മോശപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കേരളത്തിൽ ഇപ്പോൾ നമുക്ക് ഈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ, നമുക്ക് ഇന്ന് ഡോക്ടർ ഇക്ബാൽ സാറിൻ്റെ ഒരു ലേഖനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഹിന്ദുവിലാണ് തോന്നുന്നു വന്നത്. ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേരളത്തിലാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ നമ്മൾ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഒരു രോഗി ചികിത്സയ്ക്ക് വേണ്ടി ചിലവാക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളായിട്ട് നോക്കുമ്പോൾ വളരെ കൂടുതലാണെന്ന് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് വളരെ. മറ്റ് പല സംസ്ഥാനങ്ങളിൽ അത് കുറച്ച് കുറഞ്ഞിട്ടാണുള്ളത്. അത് കാരണം മറ്റ് പല സംസ്ഥാനങ്ങളിലും ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ കാരണമായിരിക്കണം ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടുണ്ട്. പല കാരണങ്ങളുണ്ട്. കേരളം കൂടുതൽ പ്രായമായ ആളുകളുടെ സംസ്ഥാനമായിട്ട് മാറുകയാണ്. നമുക്ക് എൽഡർലി ആയിട്ടുള്ള ആളുകളുടെ പോപ്പുലേഷൻ്റെ എണ്ണം വളരെ കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ, നമ്മൾ മെച്ചപ്പെട്ട ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും മറ്റ് സാമ്പത്തിക നിലയൊക്കെ ഉള്ളതുകൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നു. നമുക്ക് 3 നേരം അല്ലെങ്കിൽ 5-6 നേരം കഴിക്കാനുള്ള ഭക്ഷണം ഉള്ളതുകൊണ്ട് നമുക്ക് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൂടുന്നു, പ്രമേഹം വർദ്ധിക്കുന്നു, ബ്ലഡ് പ്രഷർ കൂടുന്നു, അതുകൊണ്ട് അറ്റാക്ക് കൂടുന്നു, സ്ട്രോക്ക് കൂടുന്നു. അപ്പോൾ അതുപോലെയുള്ള അസുഖങ്ങൾ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ആശുപത്രികൾ ഇപ്പോഴും പരിമിതമാണ്. നമ്മുടെ സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ വിഭാഗം ആളുകൾ പ്രൈവറ്റിലേക്ക് പോകുന്നത്. എന്നാൽ നമ്മുടെ പ്രാഥമിക ആരോഗ്യ രംഗത്ത് ഇപ്പോൾ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ആണെങ്കിലും മാറ്റേണൽ മോർട്ടാലിറ്റി ആണെങ്കിലും പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളുടെ പ്രവർത്തനമൊക്കെ വളരെ മാതൃകാപരമാണ്. എന്നാൽ റഫറൽ ആശുപത്രികൾ ഇതുപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ, പ്രമേഹവും അറ്റാക്കും മറ്റൊക്കെ കൂടിയിട്ടുള്ള ആളുകൾക്ക് റെഫർ ചെയ്തിട്ട് അവരെ ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും കുറവാണ്. ബെഡ് സ്ട്രെങ്ത് വളരെ കുറവാണ്. ആരോഗ്യമേഖലയിൽ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും എണ്ണം ഇപ്പോഴും വളരെ പഴയ ഒരു സ്റ്റാഫ് പാറ്റേണിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാറ്റാനുണ്ട്. അപ്പോൾ അത് മാറ്റാതെ നമ്മൾ ഇനി അങ്ങോട്ട് കൂടുതൽ പ്രശ്നങ്ങൾ നേരിടാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഇമ്മ്യൂണൈസേഷൻ റേറ്റ് ഇപ്പോൾ കഴിഞ്ഞ വർഷം കുറച്ച് വർഷങ്ങളായിട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ റേറ്റ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ ഹോം ഡെലിവറി കുറച്ച് കൂടിയിട്ടുണ്ട്. ഇതെല്ലാം റിപ്പോർട്ടുകൾ വന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ട് അത് എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നത് നോക്കി അതിനുള്ള പരിഹാര മാർഗങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. UDF പ്രതിനിധിയിലേക്ക് പോയി വരാം. ഷിബു മീരാൻ, ഇന്നിപ്പോൾ ഡോക്ടർ ബി ഇക്ബാൽ സാർ പറയുന്ന വളരെ പ്രസക്തമായൊരു കണക്കുണ്ട്. UDFിൻ്റെ കാലത്തെയും LDF സർക്കാരിൻ്റെ കാലത്തെയും സ്വകാര്യ സർക്കാർ ചെലവ് ആശുപത്രി കാര്യത്തിൽ ഒന്നൊരു കണക്കെടുത്ത് നോക്കിയാൽ തന്നെ അന്തരം വ്യക്തമാണ്. UDF സർക്കാരിൻ്റെ കാലത്ത് 2013-14 76% ആരോഗ്യമേഖലയിൽ സ്വകാര്യ ചെലവിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ചിലവാക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 59.1% കുറഞ്ഞിരിക്കുന്നു. അതേസമയം സർക്കാരിൻ്റെ ചിലവ് 2013 24% 32% ഉയർന്നിരിക്കുന്നു. അത് പൊതുജനാരോഗ്യ മേഖലയിൽ സർക്കാർ കൂടുതൽ സ്പെൻഡ് ചെയ്യുകയും വ്യക്തികൾ കുറച്ച് സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു എന്നതിൻ്റെ തെളിവല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഒറ്റ കണക്ക് തന്നെ UDF സർക്കാരിനേക്കാൾ LDF സർക്കാരിൻ്റെ കാലത്തെ ആരോഗ്യ മേഖല സാധാരണക്കാരനെ സംബന്ധിച്ച് ആ അർത്ഥത്തിൽ ഒരു കുറവുണ്ടായിരിക്കുന്നു, അവൻ്റെ ചെലവിൽ ഒരു കുറവുണ്ടായിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ പറഞ്ഞത് ശതമാനത്തിൻ്റെ കണക്കാണ്, ആക്ച്വൽ ടേംസ് അല്ല. പക്ഷേ അതൊരു പ്രധാനപ്പെട്ട കണക്കാണ്. അവിടെയാണ് നിപ്പ ബാധിച്ച് ഒരാൾ പോലും രക്ഷപ്പെട്ടിട്ടില്ല എന്ന വസ്തുതാവിരുദ്ധമായ പ്രസ്താവനയുമായി യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ തന്നെ രംഗത്ത് വരുന്നത്. ഷിബു മീരാൻ. അല്ല, ഞാൻ പറയുന്നത് ഡോക്ടർ അരുൺകുമാർ, ഈ UDFിൻ്റെ കാലത്ത് ആരോഗ്യ മേഖലയിൽ ആകെ 600 കോടിയെ കൊടുത്തിട്ടുള്ളൂ, ഒന്നും കൊടുത്തില്ല എന്ന് എന്നെ പറഞ്ഞ് സമ്മതിപ്പിക്കണ്ട. ഞാൻ ലീഗാണല്ലോ, സമ്മതിക്കാൻ പ്രയാസമാണ്. ഒന്ന് ജോസ് കെ മാണിയെ പറഞ്ഞ് സമ്മതിക്കാൻ കഴിയുമോ? ഇവിടുത്തെ CPMൻ്റെ പ്രതിനിധിക്കും ഇത് പറയുന്ന ആളുകൾക്കും കാരുണ്യ ബലവനൻ ഫണ്ട് 1400 കോടി രൂപയാണ് മാണി സാറ് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ചെലവഴിച്ചത് അദ്ദേഹം തന്നെ പറയുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ജന്മവാർഷികം ഈ കഴിഞ്ഞ വർഷം 1000 കേന്ദ്രങ്ങളിൽ ആഘോഷിച്ചു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്. 1000 കേന്ദ്രങ്ങളിലെ പരിപാടിക്ക് പേര് തന്നെ കൊടുത്തത് കാരുണ്യ ദിനം എന്നായിരുന്നു. തലസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്തത് AN ഷംസീറാണ്. അവിടെ പറഞ്ഞത് ഈ കാരുണ്യ ലോട്ടറി നടപ്പാക്കി ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് ചികിത്സാ ധനസഹായം നടപ്പാക്കുന്ന മാതൃകാപരമായ പദ്ധതി
KM മാണി കൊണ്ടുവന്നു എന്നാണ്. അന്ന് KM മാണി സാറ് ഞങ്ങളുടെ അസറ്റായിരുന്നു. ആ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കിയതാണ്. ശ്രുതി തരംഗം എന്നൊരു പദ്ധതി ഓർമ്മയുണ്ട്. വൈകാരികമായ കേൾവിശക്തി ഇല്ലാത്ത, സംസാരിക്കാൻ കഴിയാത്ത കുട്ടികൾ, അവർ ഗവൺമെന്റ് അവർക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തി അവർ സംഘടിപ്പിച്ചൊരു പരിപാടി ഓർമ്മയുണ്ടോ? തിരുവനന്തപുരത്ത് ഈ മന്ത്രിമാരൊക്കെ പങ്കെടുത്തത്. അവിടെ ഒരു കുട്ടി പാടിയില്ലേ തിരുനാമകീർത്തനം? ഞാൻ ആവർത്തിക്കുന്നില്ല. ആ കാലത്തൊന്നും നടന്നിട്ടില്ല. ഈ കാലത്താണ് എല്ലാം ഉണ്ടായത് എന്നിവർ പറയാൻ ശ്രമിക്കുന്നതിന്റെ ഒരു ക്രൂരത. ഇന്നലെ കേരളം മുഴുവൻ ബിന്ദുവിനെ തിരയായിരുന്നു കേട്ടോ ഡോക്ടർ അരുൺകുമാർ. ആ ആശുപത്രി കെട്ടിടത്തിനകത്ത് കുറച്ചു കഴിഞ്ഞ് വാർത്താ സമ്മേളനത്തിന് ഈ 2013 UDFന്റെ കാലത്തെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും പൊക്കി പിടിച്ചോണ്ട് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി പറഞ്ഞു ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പരിചയസമ്പന്നതയില്ലായ്മ, തിടുക്കപ്പെട്ട സർക്കാരിന്റെ PR പരിപാടി, അതാണ് അവിടെ കണ്ടത്. ഒറ്റ മിനിറ്റിൽ സമയത്തിന് പരിമിതി ഉള്ളത് കൊണ്ടാണ്. ഷിബു, അരമിനിറ്റ് ഞാൻ പറയാലോ. അവിടെ ബിന്ദുവിനെ തിരയുമ്പോൾ ഇവിടെ ആശുപത്രി മൊത്തം പരതി നടന്നത് 2013 UDFന്റെ തലയിലിടാൻ അവരൊരു പേപ്പറും പൊക്കി പിടിച്ചുകൊണ്ട് വന്നല്ലോ. ആ ക്രൂരതയുടെ മറ്റൊരു പതിപ്പാണ് ബിന്ദു എന്നൊരു സ്ത്രീ, ഒരു പാവം സ്ത്രീ, ജീവിതം തന്നെ സമരമാക്കി മാറ്റിയ ഒരു സ്ത്രീ, മക്കളെ പോറ്റാൻ സമരം നടത്തിയ കേരളത്തിന്റെ പെൺകരുത്തിന്റെ വീണ ജോർജിനേക്കാൾ, ശൈലജ ടീച്ചറേക്കാൾ 1000 മടങ്ങ് ദീപ്തിയുള്ള പ്രതീകമായി നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീ മരണപ്പെട്ടിട്ട് ഇതിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ എന്ന് പ്രതിപക്ഷം ഭരണപക്ഷത്തോട് ചോദിക്കുമ്പോൾ നിങ്ങൾ 10 കൊല്ലത്തെ കണക്ക് എല്ലാം കൂടി എഴുതി കൊണ്ടുവന്ന് വായിച്ചോണ്ടാൽ മതി. കേരളത്തിലെ ജനങ്ങൾ കേട്ടോട്ടെ കണക്ക്. ഞങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല, ഞങ്ങളുടെ കയ്യിൽ ഈ കണക്കുണ്ട്. ഈ നടന്നിട്ടുള്ളത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ ആണ് ഡോക്ടർ അരുൺകുമാർ. ഈ ഭരണകൂടത്തിന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനേ കഴിയില്ല. മനസ്സിലാക്കിക്കോ. ശരി, ഞാൻ ഒരു ഇടവേള വളരെ പെട്ടെന്ന് ഞാൻ തിരിച്ചു വരാം. ഒരു ചെറിയ ഇടവേള. എനിക്ക് 1 മിനിറ്റ് സമയം മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങ് മറുപടി നൽകണം. ഷിബു മീരാൻ, കാര്യം ഇവിടെ കണക്കുകൾ സംസാരിക്കുമല്ലോ. നുണകളും വ്യാജ പ്രചരണങ്ങളും ഇത്തരത്തിലുള്ള ആരോപണങ്ങളും എത്ര ഉന്നയിച്ചാലും വസ്തുതകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ഓരോ ഗവൺമെന്റും മുടക്കിയതിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്. ഇവിടെ ഓരോ ഗവൺമെന്റ് തുടർച്ചയാണെങ്കിലും LDF ഗവൺമെന്റിന്റെ കാലത്ത് എത്ര, UDF ഗവൺമെന്റിന്റെ കാലത്ത് എത്ര എന്ന് പരിശോധിക്കുമ്പോഴാണ് വ്യത്യാസം മനസ്സിലാകുന്നത്. ഇപ്പോൾ നിയമനങ്ങൾ നടക്കുന്നില്ല, തസ്തികകൾ സൃഷ്ടിക്കുന്നില്ലെന്ന. എന്നാൽ ഒന്നാം പിണറായി സർക്കാർ 9000 പുതിയ തസ്തികകളാണ് ആരോഗ്യ മേഖലയിൽ സൃഷ്ടിച്ചത്. രണ്ടാം പിണറായി സർക്കാർ ഈ 4 കൊല്ലം കൊണ്ട് 1730, ടോട്ടലായി പറഞ്ഞാൽ 10730 തസ്തികകൾ ഇപ്പോൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. രോഗികളുടെ എണ്ണം കൂടുമ്പോൾ ഇനിയും തസ്തികകൾ സൃഷ്ടിക്കണം. ഈ ആശുപത്രികൾ ഇനിയും വിപുലപ്പെടുത്തണം. അതുകൊണ്ട് ഓരോ സർക്കാർ ആശുപത്രികളിലും മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഒരു 10-50 വർഷത്തേക്ക് ശേഷമുള്ള വികസന പ്രവർത്തനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും കുറവുണ്ടോ അവ കണ്ടെത്തി പരിഹരിക്കും. പക്ഷേ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് ഗവൺമെന്റ് മേഖലയെ തകർക്കാൻ, പൊതുമേഖലയെ തകർക്കാൻ എത്ര ശ്രമം ഉണ്ടായാലും ആ ശ്രമങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകില്ല. കുറവുകൾ പരിഹരിച്ച് ജനങ്ങളെ കൂടുതൽ നെഞ്ചോട് ചേർത്ത് ആരോഗ്യ മേഖലയിൽ, സർക്കാർ മേഖലയിൽ ഇത്തരത്തിൽ ചികിത്സയ്ക്ക് വരുന്ന മുഴുവൻ ആളുകൾക്കും മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പുവരുത്തി ഹൃദയമാറ്റ ശസ്ത്രക്രിയയും ഓപ്പൺ ഹാർട്ട് ശസ്ത്രക്രിയയും കരൾമാറ്റ ശസ്ത്രക്രിയയും അടക്കം ലോകത്ത് എവിടെയും കിട്ടുന്ന ചികിത്സ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ സൗജന്യമായി ഉറപ്പുവരുത്തുന്ന എല്ലാ സർക്കാർ ആശുപത്രികളിലും സൗജന്യ ഡയാലിസിസ് സെന്റർ ഉറപ്പുവരുത്തുന്ന ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ജീവിതശൈലി രോഗങ്ങളെ നേരിടുന്ന തരത്തിൽ, ജീവിതശൈലി രോഗങ്ങളാണ് ഇപ്പോൾ കൂടുതൽ, അത്തരത്തിൽ നേരിടുന്ന തരത്തിൽ ഗവൺമെന്റ് മുന്നോട്ട് പോകും. അപ്പൊ അതറിയാം. ഇപ്പൊ AK ആന്റണി, ഉമ്മൻചാണ്ടി, G കാർത്തികേയൻ, K സുധാകരൻ എന്നിവർ എന്തിനാണ് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയെന്ന് താങ്കൾ ആദ്യം പറ. അതിനുശേഷം ഞാൻ ഈ മറുപടി പറയാം. സൈഡത്തുനിന്നാണെങ്കിൽ മനോഹർ പരീഖ്, അരുൺ ജെയ്റ്റ്ലി, സുഷമ സ്വരാജ് എന്നിവർ എന്തിനാ പോയത് മറുപടി പറയാം. ക്യാൻസർ രോഗത്തിനും ഞാൻ ചോദിക്കട്ടെ, മലയാളികളുടെ ഹൃദയം തിരുവനന്തപുരത്ത് മാറ്റിവെച്ചോട്ടെ, ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് തിരുവനന്തപുരം, എന്നിട്ട് നമ്പർ 1 എന്ന് നിങ്ങൾ തന്നെ പറയരുതെന്ന്. സമ്പന്നന്മാർ പോലും കേരളത്തിലെ ആശുപത്രികളിൽ ചികിത്സിക്കാൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ കാലത്ത് ഒന്നുമില്ല എന്ന് പറയാ. എന്നിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി മികച്ച ചികിത്സയ്ക്കായി അമേരിക്കയിൽ പോയതിന് തെറ്റായി കാണേണ്ടതില്ല എന്നതാണ് എന്റെ പക്ഷം. അത് അദ്ദേഹത്തിന്റെ ആരോഗ്യ ചികിത്സയുമായി ബന്ധപ്പെട്ട് നിരവധി രാഷ്ട്രീയ നേതൃത്വം എല്ലാ പാർട്ടികളിൽ നിന്നും പോയിട്ടുണ്ട്. അത് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയാണ് പോകുന്നത്. കേരളം വിദഗ്ധ ചികിത്സയിൽ ഒന്നാമതാണ്, ലോകത്ത് ഒന്നാമതാണ് എന്നൊരു വാദം ആരും ഉന്നയിക്കില്ല. പൊതുജനാരോഗ്യ മേഖലയിലാണ് കേരളം 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. രണ്ടും രണ്ടാണ്. പൊതുജനാരോഗ്യ മേഖലയിൽ രോഗികൾക്ക്, സാധാരണ
സാധാരണക്കാർക്ക് ആശുപത്രികളോടുള്ള ആക്സസ് ആണ് കൂടുതൽ. അതിന്റെ അർത്ഥം കേരളം വിദഗ്ധ ആരോഗ്യ മേഖലയിൽ 1-ാം സ്ഥാനത്താണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ്. എന്നൊക്കെ പറയുമ്പോ അല്ല, അത് എല്ലാ ഭാഗത്തുമുണ്ട്. ഇപ്പോൾ കാർത്തികൻ സാർ പോയിട്ടില്ലേ, AK ആന്റണി സാർ പോയിട്ടില്ലേ? അവർ മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് വേണ്ടി ജനപ്രതിനിധികൾ പോകുന്നതിന് തടസ്സമില്ലല്ലോ. അതിന് സർക്കാരിന് പ്രൊവിഷൻ ഉണ്ട്. വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, അവരാരും സമ്പന്നന്മാർ പോലും ചികിത്സിക്കാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ വിഭാഗത്ത് പറയും. അത് ചോദ്യം ചെയ്യും, രാഷ്ട്രീയമായി ചോദ്യം ചെയ്യുമ്പോൾ സ്വകാര്യ ലോബിക്ക് വേണ്ടി അത് ചോദ്യം പ്രകോപിപ്പിച്ചത് പ്രതിപക്ഷം സ്വകാര്യ ലോബിക്ക് വേണ്ടിയാണ് പ്രതിഷേധം നടത്തുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്വകാര്യ ചികിത്സയ്ക്ക് അമേരിക്കയിൽ പോയത് എന്നതിന് മറുപടി നൽകാൻ ബാധ്യസ്ഥരാണ്. അത്രേ ഉള്ളൂ. നിങ്ങൾ ആരോപണം ഉന്നയിച്ചതുകൊണ്ടാണ് ശുഭ മീരാൻ അത് പറഞ്ഞത്. ഞാൻ ചോദിച്ചല്ലോ, ഇത്ര നേതാക്കന്മാർ UDF-ന്റെ ഭാഗത്ത് നിന്ന് പോയ കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചല്ലോ. കേരളത്തിന്റെ പക്ഷേ അവരാരും സ്വകാര്യ മേഖലയെ തള്ളി പറഞ്ഞിട്ടില്ല. അവരാരും സ്വകാര്യ ചികിത്സയ്ക്ക് പോകുന്നതിന് തള്ളി പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു പ്രതിപക്ഷം ഉത്തരവാദിത്വം നിറവേറ്റി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതാണ് പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ മുഖ്യമന്ത്രി ആ ചികിത്സയിൽ രക്ഷപ്പെട്ട ഷിബുമീരാനെ പ്രകോപിപ്പിച്ചത് നിങ്ങൾ പ്രതിപക്ഷം സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി ബാറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞതാണ്. അതാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് നമ്പർ 1 ആയ കേരളത്തിൽ ചികിത്സ നേടാൻ അമേരിക്കയിൽ പോയി എന്നൊരു ചോദ്യം അവർ ചോദിക്കും. കാര്യം നിങ്ങൾ സ്വകാര്യ മേഖലയിൽ ആരോപണം അവതരിപ്പിച്ചു, അത്രേ ഉള്ളൂ. UDF പറഞ്ഞില്ലേ പറയുമ്പോ പൊതുവിദ്യാഭ്യാസം അവസാനിപ്പിക്കും, ആദ്രം പദ്ധതി പിരിച്ചുവിടുന്നു പറഞ്ഞവരാ. ആദ്രം പദ്ധതി ഇവരാരും ഞങ്ങൾ ജനങ്ങൾക്ക് കൃത്യമായി ശരി ഷിബുമീരാൻ, താങ്ക് യു ഡോക്ടർ KS അരുൺകുമാർ, താങ്ക് യു ഡോക്ടർ NM അരുൺ, താങ്ക് യു G ഗിരീഷ്, ബിന്ദുവിന്റെ ബന്ധു ചർച്ചയിൽ പങ്കുചേർന്നു. Debate with Dr. Arun Kumar.